ഓക്കെ, നമ്മൾ ഇന്നലെ പറഞ്ഞു നിർത്തിയ ക്വസ്റ്റ്യൻ 75 വരെയായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ മുതൽ നമുക്ക് നോക്കാം. ഓക്കെ, 76ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഉൽപ്പാദിപ്പിക്കാനാവാത്ത ഊർജ വിഭവം ഏതാണ്? ഏതാണ് ചോദിച്ചിരിക്കുന്നത്? ഉൽപ്പാദിപ്പിക്കാനാവാത്ത ഊർജ വിഭവമാണ് വേണ്ടത്. അതായത് നമുക്ക് പോയി കഴിഞ്ഞാൽ തിരിച്ച് എടുക്കുവാൻ പറ്റാത്ത എന്താണ് ഊർജവിഭവം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? കാറ്റാണോ, ഭൗമോർജമാണോ, അതോ തിരമാലയാണോ, അതോ പ്രകൃതിവാതകമാണോ? ഏതാണ് ആൻസർ വരേണ്ടത്? പുനരുൽപ്പാദിപ്പിക്കാനാവാത്ത ഊർജവിഭവം. നമുക്കറിയാം ഈ കാറ്റും അതുപോലെ തന്നെ ഭൗമോർജവും അതുപോലെ തന്നെ തിരമാലയും ഒക്കെ എന്താണ്, നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? പുനരുൽപ്പാദിക്കാനാവും. കാരണം അത് പ്രകൃതിയുടെ ഒരു സോഴ്സ് അല്ലേ. ഈ കാറ്റും ഭൗമോർജവും തിരമാലയൊക്കെ പ്രകൃതി തന്നെ നമുക്ക് തരുന്ന ഒരു ഊർജ്ജവുമാണ്. പക്ഷേ പ്രകൃതി വാതകം എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ എന്താണ് സ്വയമേ കണ്ടെത്തുന്ന ഒരെണ്ണമാണ്. അത് തീർന്നു പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കത്തില്ല, അതിനെ തിരിച്ച് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ഡി ആണ് ഇവിടെ എന്തെന്ന് പറയുന്നത്, നോൺ റിന്യൂവബിൾ എനർജി അഥവാ ഉൽപ്പാദിപ്പിക്കാനാവാത്ത ഊർജ്ജവുമായിട്ട് അറിയപ്പെടുന്നത്. ബാക്കിയെല്ലാം നാച്ചുറൽ സോഴ്സാണ്. ഈ കാണുന്ന കാറ്റും ഭൗമോർജവും തിരമാലയും എല്ലാം തന്നെ എന്താണ്, നാച്ചുറലായിട്ട് തന്നെ ഉള്ള ഒരു റിന്യൂവബിൾ എനർജി സോഴ്സാണ്. ഈ പറഞ്ഞ പ്രകൃതിവാതകം, അതുപോലെ നമ്മുടെ പെട്രോളിയം പ്രൊഡക്ട്സ്, അതുപോലെ തന്നെ നമ്മുടെ ഫോസിൽ ഫ്യൂവൽസ്, ഇവയെല്ലാം എന്താണ് നമ്മുടെ തീർന്നു പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തിരിച്ചെടുക്കുവാനായിട്ട് സാധിക്കത്തില്ല. വീണ്ടും നമുക്ക് കോടാനുകോടി വർഷങ്ങളുടെ ഫലമായിട്ടാണ് ഈ പറഞ്ഞ ഊർജ്ജ സോഴ്സുകൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ അത് തീർന്നു പോയി കഴിഞ്ഞാൽ, ഒരു സുപ്രഭാതത്തിൽ തീർന്നു പോയാൽ പെട്ടെന്ന് തന്നെ അത് റീപ്രൊഡ്യൂസ് ചെയ്യുക അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അത് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് പ്രാക്ടിക്കലി ഇമ്പോസിബിൾ ആണ്. അതുകൊണ്ട് തന്നെ പ്രകൃതിവാതകമാണ് ഇവിടെ പുനരുത്പാദിക്കാനാവാത്ത ഊർജ്ജ വിഭവം. അടുത്ത ക്വസ്റ്റ്യൻ. ഫലപ്രദമായ പാഠ്യപദ്ധതി വിനിമയത്തിന് വേണ്ടി തൻ്റെ സ്കൂളിൻ്റെ ചുറ്റുമുള്ള പരിസര പഠന ഉപാധികൾ ഉൾപ്പെടുത്തി ടീച്ചർ തയ്യാറാക്കുന്ന രേഖ ഏത്? അതായത് നമ്മളോട് തന്നെ ചോദിച്ച ചോദ്യമാണ്. അതായത് നമ്മുടെ സ്കൂളിനെ അതിൻ്റെ ചുറ്റുമുള്ള പരിസരമൊക്കെ നമ്മുടെ പഠന ഉപാധിയായിട്ട് നമ്മൾ തയ്യാറാക്കുന്ന രേഖ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആശയ ഭൂപടമാണോ, അതോ രാഷ്ട്രീയ ഭൂപടമാണോ, അതോ വിഭവ ഭൂപടമാണോ, അതോ ചരിത്ര ഭൂപടമാണോ? ഓരോന്നും എന്താണെന്ന് നമുക്കറിയില്ല. എന്താണ് ആശയ ഭൂപടം അഥവാ കോൺസെപ്റ്റ് മാപ്പ് എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു പാഠഭാഗം പഠിപ്പിച്ചു കഴിഞ്ഞു, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും, അതിനെപ്പറ്റി ആ പാഠഭാഗത്തിലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കണക്ട് ചെയ്തുകൊണ്ടൊരു ഒരു ആശയങ്ങൾ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് അധ്യാപകർക്ക് കുട്ടികളെ കുട്ടികളെ പാഠഭാഗം അല്ലെങ്കിൽ പഠിച്ച കോൺസെപ്റ്റുകളെല്ലാം തമ്മിൽ കണക്ട് ചെയ്ത് ഇതൊക്കെയാണ് നമ്മളിന്ന് പഠിച്ചതെന്ന് പറഞ്ഞ് ഒരു ആശയം ആ ടെക്സ്റ്റിലുള്ള അല്ലെങ്കിൽ ആ ഒരു പാഠഭാഗത്തിലുള്ള അല്ലെങ്കിൽ ആ യൂണിറ്റിലുള്ള ആശയങ്ങൾ മൊത്തത്തിൽ നമ്മൾ വരച്ച് കാട്ടുന്നതാണ് ആശയഭൂപടം എന്ന് പറയുന്നത്. അത് ക്ലാസ് റൂമിന് ഒരു ഫലപ്രദമായിട്ടുള്ള രീതിയിൽ വിനിയോഗിക്കാൻ പറ്റുന്ന ഒരു ഭൂപടമാണ് ഈ പറഞ്ഞ ആശയഭൂപടം. അടുത്ത രാഷ്ട്രീയ ഭൂപടം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണയായിട്ട് കേൾക്കുന്ന പൊളിറ്റിക്കൽ മാപ്പ്. അതായത് നമ്മുടെ ഹിസ്റ്ററിയൊക്കെ പഠിക്കുമ്പോൾ നമ്മുടെ പഴയ നമ്മൾ ഓരോരോ ചരിത്രങ്ങളൊക്കെ പഠിക്കുമ്പോൾ പൊളിറ്റിക്കലായിട്ട് നമ്മളെങ്ങനെ ഡെവലപ്പായി, അല്ലെങ്കിൽ ഏതൊക്കെ പൊളിറ്റീഷ്യൻ എവിടെയൊക്കെയായിരുന്നു ഭരിച്ചുകൊണ്ടിരുന്നത്, അതൊക്കെ പറയുന്നതാണ് ഈ പറഞ്ഞ പൊളിറ്റിക്കൽ മാപ്പ്. അടുത്താണ് വിഭവ ഭൂപടം അഥവാ റിസോഴ്സ് മാപ്പ്. അതായത് നമുക്കുള്ള റിസോഴ്സുകളെ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ നമുക്കുള്ള പരിസരത്തെ വെച്ചുകൊണ്ട് നമ്മൾ തയ്യാറാക്കുന്ന മാപ്പാണ് റിസോഴ്സ് മാപ്പ് അഥവാ വിഭവ ഭൂപടം എന്ന് പറയുന്നത്. അടുത്ത ചരിത്ര ഭൂപടം, അതായത് നമ്മുടെ ചരിത്രാതീതമായിട്ടുള്ള കാര്യങ്ങൾ കാണിക്കുകയും, അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ സോഷ്യൽ എക്കോണമിയോടിയിൽ നമ്മുടെ കേരളം പണ്ട് മൂന്ന് പാർട്ടേ ഉള്ളത് അല്ലേ, തിരുവിതാംകൂർ, കൊച്ചി, അതുപോലെ തന്നെ മലബാർ സൈഡ്. അതൊക്കെ ഈ ചരിത്ര ഭൂപടത്തിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഈ ചരിത്ര ഭൂപടം അവശേഷിക്കുന്നതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയ കാര്യങ്ങളാണ്. അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ കാലത്ത് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെ ചരിത്രപരമായിട്ട് പറയുന്ന കാര്യങ്ങളാണ് ഈ ചരിത്ര ഭൂപടത്തിലുള്ളത്. അപ്പോൾ ഇവിടെ വേണ്ടതാണ് തൻ്റെ സ്കൂളിൻ്റെ ചുറ്റുമുള്ള പരിസര ഉപാധികൾ ഉൾപ്പെടുത്തി എന്ന് പറഞ്ഞാൽ അവിടെ എന്താ വരേണ്ടത്, അവിടെയുള്ള റിസോഴ്സുകൾ ടീച്ചർ ഉൾപ്പെടുത്തി കാണിക്കുന്ന ഭൂപടം ഏതാണ് അവിടെയുള്ളത്? വിഭവ ഭൂപടം അഥവാ നമ്മുടെ റിസോഴ്സ് മാപ്പ് എന്നാണ് പറയുന്നത് കേട്ടോ. ഇത് ആ ക്വസ്റ്റ്യനിൽ തന്നെയുണ്ട്. അവിടെ തൻ്റെ സ്കൂളിൻ്റെ ചുറ്റുമുള്ള പരിസര പഠന ഉപാധികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ടീച്ചർ തയ്യാറാക്കുകയാണെങ്കിൽ അത് വിഭവ ഭൂപടം അഥവാ റിസോഴ്സ് മാപ്പ് എന്നാണ് പറയുന്നത്. അടുത്തത്, ജലം എന്ന യൂണിറ്റിൽ ജലത്തിൻ്റെ ഉപയോഗം, ജലസ്രോതസ്സുകൾ, ജലത്തിൻ്റെ അവസ്ഥകൾ,
അവസ്ഥാ മാറ്റങ്ങൾ എന്നീ ആശയങ്ങൾ പ്രതിപാദിക്കുന്നു. എന്തൊക്കെയുണ്ട്? ജലം എന്ന യൂണിറ്റിനകത്ത് വരുന്നതാണ് ജലം എങ്ങനെ ഉപയോഗിക്കണം, ഇനിയും ഏതൊക്കെ ജലസ്രോതസ്സുകളുണ്ട്. ഇല്ല, നമുക്കറിയാം ശുദ്ധജല സ്രോതസ്സുകളും അതുപോലെ തന്നെ ഭൂമിയിൽ നിന്നും അടിയിൽ നിന്ന് കിട്ടുന്ന ഭൂഗർഭ സ്രോതസ്സുകളും പിന്നെ നമുക്ക് കിട്ടുന്ന മഴ അതുപോലുള്ള സ്രോതസ്സുകളും കടൽ, അല്ലേ, ഇതെല്ലാം ജലസ്രോതസ്സുകളാണ്. ഇനി ജലത്തിൻ്റെ അവസ്ഥകൾ നമുക്കറിയാൻ സാധിക്കും. ഖരം, ദ്രാവകം, വാതകം എന്നിങ്ങനെയൊക്കെയുള്ള അവസ്ഥകളുണ്ട്. ഇനി അവസ്ഥാ മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ അവസ്ഥകളെ നമ്മൾ സോളിഡിൽ നിന്ന് ലിക്വിഡ് ആക്കാനും ഖരത്തിൽ നിന്ന് ദ്രാവകമാക്കാൻ ചൂടാക്കണം, ദ്രാവകത്തിൽ നിന്ന് വാതകമാക്കാൻ ചൂടാക്കണം. ഇനി ഖരത്തിൽ നിന്ന് നേരെ വാതകമാക്കാൻ എടുക്കണം, എന്തെടുക്കണം അറിയാവോ? ഖരത്തിൽ നിന്നും നേരെ വാതകമാക്കുവാനായിട്ട് ഈ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയുള്ള ചോദ്യം അതുകൊണ്ട് അവസ്ഥാ മാറ്റത്തിനകത്ത് നമ്മൾ പഠിക്കുന്ന, അല്ലേ, ഒരു ഖരമായിട്ടിരിക്കുന്ന ഒരു വസ്തുവിനെ നേരെ നമുക്ക് എന്താക്കുവാനായിട്ട് നമ്മുടെ വാതകമാക്കുവാനായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു പ്രോസസ്സുണ്ട്. നമ്മുടെ കർപ്പൂരവും അതുപോലെ തന്നെ സബ്ലിമേഷൻ അഥവാ ഉത്പാദനം എന്ന് പറയും, അല്ലേ, ഉത്പാദനം എന്ന് പറയും. ശരിയാണ് ഉത്തരം. അപ്പം ഇതൊക്കെ നമ്മൾ പ്രതിപാദിക്കുവാണെങ്കിൽ ഇത് പരിസര പഠന പാഠ്യപദ്ധതിയുടെ ഏത് സവിശേഷതയാണ് സൂചിപ്പിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ഇത് ഏത് സവിശേഷതയാണ് കാണിക്കുന്നത്? പ്രക്രിയാബന്ധിത രീതിയാണോ, ചാക്രികാകരണ രീതിയാണോ, ഉദ്ഗ്രഥിത സമീപനമാണോ, പ്രവർത്തനാധിഷ്ഠിത സമീപനമാണോ? നോക്കിയേ, ഇതെല്ലാം തമ്മിൽ ജലമെന്ന യൂണിറ്റിൽ തന്നെ കണക്ട് ചെയ്ത് അത് പഠിക്കുക. അഥവാ ജലമെന്ന അല്ലെങ്കിൽ ജലത്വം എന്ന ടോപ്പിക്കിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുവാണ്? ഇൻറ്റഗ്രേറ്റ് ആക്കി വരും, അല്ലേ. ചാക്രികാകരണം വെച്ചാൽ ഒരു ക്ലാസ്സിൽ പഠിച്ച കാര്യം അടുത്ത ക്ലാസ്സിൽ നമ്മൾ എടുക്കുന്ന രീതിയാണ് ഈ ചാക്രികാകരണം എന്ന് പറയുന്നത്. നമ്മുടെ ജെറോമിസ് മുന്നോട്ട് പഠിച്ചത്. പക്ഷേ ഉദ്ഗ്രഥം എന്ന് പറയുന്നത് പരസ്പരം ആശയങ്ങളെ കണക്ട് ചെയ്ത് ഇവിടെ ചെയ്തുകൊണ്ട് ഇവിടെ കണ്ടോ, ജലം എന്ന യൂണിറ്റിൽ തന്നെയാണ് ജലത്തിൻ്റെ ഉപയോഗം, അതിലുള്ള ജലസ്രോതസ്സുകൾ, ജലത്തിൻ്റെ അവസ്ഥകൾ, ആ അവസ്ഥകൾ എങ്ങനെയൊക്കെ മാറുന്നു എന്നിങ്ങനെ ആശയങ്ങൾ പ്രതിപാദിക്കുന്നുണ്ട്. ഇത് നമ്മുടെ പരിസര പഠന പാഠ്യപദ്ധതിയുടെ ഇൻറ്റഗ്രേറ്റഡ് അപ്രോച്ച് അഥവാ ഉദ്ഗ്രഥ സമീപനമാണുള്ളത്. കാരണം ആ ഒരു യൂണിറ്റിൽ തന്നെ പറയുന്നതാണ്. പറഞ്ഞാൽ മനസ്സിലായോ? തിരിഞ്ഞു പോകരുത്. ഓപ്ഷൻ സി വന്ന് കണ്ടു. അപ്പോൾ അങ്ങനെ ഓപ്ഷൻ ബി ചാക്രികാകരണ രീതി കമൻറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് തെറ്റാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നോക്കിയേ, ഒരു യൂണിറ്റിൽ തന്നെയാണ് നമ്മൾ പറയുന്നത്. ഇപ്പോൾ നമ്മൾ 1-2 ക്ലാസ്സിൽ ഉദ്ഗ്രഥ സമീപനം നമ്മൾ പറയും, അല്ലേ. അഥവാ ഇൻറ്റഗ്രേറ്റഡ് പാഠ്യപദ്ധതി എന്ന് നമ്മൾ പറയും. എന്ന് പറയുന്നത് ഒരു ക്ലാസ്സിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? സയൻസും മാത്സും ഇംഗ്ലീഷും മലയാളം എല്ലാം മിക്സാക്കി പഠിപ്പിക്കുക. വിഷയം വേർതിരിച്ച് പഠിപ്പിക്കാതെ ഒരു വിഷയം പഠിക്കുക എന്ന് പറഞ്ഞ പോലെ തന്നെ ഇവിടെ ചെയ്യുന്നുണ്ടോ? ഒരു യൂണിറ്റിൽ തന്നെ ജലത്തെ പറ്റിയുള്ള ഉപയോഗം, ആ ജലം എവിടുന്ന് കിട്ടുന്നു, അതിന് ഏതൊക്കെ അവസ്ഥകളുണ്ട്, ആ അവസ്ഥകളെ നമുക്കിങ്ങനെ മാറ്റം വരുത്താം എന്നിങ്ങനെ ഒരു യൂണിറ്റിൽ തന്നെ പ്രതിപാദിക്കുകയാണെങ്കിൽ അത് ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടല്ലേ പോകുന്നത്, അഥവാ ഉദ്ഗ്രഥമായിട്ടല്ലേ പോകുന്നത്. ഓർത്തിരിക്കണം, ഒരു യൂണിറ്റിൽ പ്രതിപാദിക്കുക അല്ലെങ്കിൽ ഒരു യൂണിറ്റിൽ ഒരുപാട് കാര്യങ്ങളെ പറ്റി പ്രതിപാദിക്കുകയാണെങ്കിൽ അത് ഉദ്ഗ്രഥ സമീപനം. ഇനി ചാക്രികാകരണ രീതി എന്തുകൊണ്ട് വന്നില്ല? നമുക്കറിയാം ചാക്രികാകരണ രീതി വെച്ചാൽ ഒരു ക്ലാസ്സിൻ്റെ തുടർച്ച അടുത്ത ക്ലാസ്സിലേക്ക് വരുവാണെങ്കിൽ, ഇപ്പം 5ാം ക്ലാസ്സിലും ജലത്തെ പറ്റി പഠിച്ചു, 6ാം ക്ലാസ്സിലും ജലത്തെ പറ്റി പഠിച്ചു, 7ാം ക്ലാസ്സിലും പഠിച്ചു, 8ലും പഠിച്ചു, 9ലും പഠിച്ചു, 10ലും പഠിച്ചു, ഇങ്ങനെ ഒരു തുടർച്ച അല്ലെങ്കിൽ ഒരു കണ്ടിന്യൂറ്റി നമുക്ക് കാണുവാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് സ്പൈറലിംഗ് മെത്തേഡ്. അഥവാ നമ്മൾ ഗ്രാജുവലി പതുക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പഠിച്ച് കയറുക. അല്ലെങ്കിൽ നമ്മൾ പതുക്കെ ഒരു കോൺസെപ്റ്റ് ചെറിയ ഓരോ ക്ലാസ്സിൽ കിട്ടേണ്ട കോൺസെപ്റ്റുകൾ അഥവാ ആശയങ്ങൾ മാത്രം മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ പോകുന്നതാണ് ചാക്രികാകരണ രീതി എന്ന് പറയുന്നത്. ഇനി പ്രക്രിയാബന്ധിത രീതി? നമ്മൾ പ്രോസസ്സ് ഓറിയൻറ്റഡ് മെത്തേഡ് എന്ന് പറയും. അത് നമ്മുടെ ശേഷികളുണ്ട്, അല്ലേ. നിരീക്ഷണം, വർഗീകരണം, താരതമ്യം, തരംതിരിക്കൽ, വർഗീകരിക്കൽ, നിഗമനത്തിലെത്തൽ, അല്ലേ. ഇതൊക്കെ പ്രക്രിയാബന്ധിതമായിട്ടുള്ള ശേഷികളാണ്, പ്രോസസ്സ് സ്കിൽസുകളാണ്, അല്ലെങ്കിൽ പ്രോസസ്സായിട്ടുള്ള ഓറിയൻറ്റഡ് മെത്തേഡാണ്. അപ്പോൾ അങ്ങനെയുള്ള ശേഷികളൊക്കെ കൈവരിക്കുന്ന രീതികളാണ്. അതിപ്പോൾ പരീക്ഷണങ്ങൾ ചെയ്യുക, പുറത്തിറങ്ങി നമ്മൾ പ്രകൃതിയോടിണങ്ങി ജീവിക്കുക, ഇതൊക്കെ വരുമ്പോൾ പ്രക്രിയാബന്ധിത രീതിക്കായിട്ട് വരും. അടുത്താണ് പ്രവർത്തനാധിഷ്ഠിതം, അതായത് ആക്ടിവിറ്റി ബേസ്ഡ്. നമ്മൾ എന്ത് കാര്യം പഠിപ്പിച്ചാലും നമ്മളവരെ ഒന്ന് എൻഗേജ് ആക്കണം, അല്ലേ. അപ്പം അങ്ങനെ പ്രവർത്തനങ്ങളിലൂടെ അധിഷ്ഠിതമായിട്ടുള്ള ഒരു സമീപനം കൊണ്ടുവരുവാണെങ്കിൽ അവിടെ എന്ത് വരും? നമ്മുടെ പ്രവർത്തനാധിഷ്ഠിതം വരും. ഇപ്പം നേരെ തിരിച്ച് ജലം എന്ന യൂണിറ്റിൽ ജലത്തിൻ്റെ അവസ്ഥകൾ കാണിക്കുന്ന പരീക്ഷണങ്ങൾ ചെയ്യുകയും അതിൻ്റെ അവസ്ഥകൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കുകയും ചെയ്യുവാണെങ്കിൽ അവിടെ ഏതാണ് വരേണ്ടത്? പ്രവർത്തനാധിഷ്ഠിത രീതി. കാരണം അവിടെ ഒരു പ്രവർത്തനങ്ങൾ വഴിയാണ് കുട്ടികൾ ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഓർത്തിരിക്കണം, ഓരോ രീതികളും അതിൻ്റേതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്. ചോദ്യം വായിച്ച് ഏത് സമീപനമാണോ അല്ലെങ്കിൽ ഏത് രീതിയാണോ ഉള്ളത്
ആ രീതിക്ക് അനുസരിച്ച് പോവുക എന്നുള്ളൂ കേട്ടോ. ഇവിടെ കൺഫ്യൂസിങ് ആകുന്നത് ബിയും സിൻ്റെ കൺഫ്യൂഷനാവും. സി എന്ന് പറഞ്ഞാൽ ഉദ്ഗ്രേദം, ഒരു ക്ലാസ്സിൽ തന്നെ എന്താണ് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഒരുമിപ്പിച്ച് പഠിക്കുക, അതാണ് ഉദ്ഗ്രേദം. ഇനി ചാക്രിയാണെന്ന് വെച്ചാലോ ഒരു ക്ലാസ്സിലെ കോൺസെപ്റ്റ് നമ്മൾ പഠിച്ചു കഴിഞ്ഞ ശേഷം അടുത്ത ക്ലാസ്സിലോട്ട് വരുമ്പോൾ അതിലും കുറച്ചുകൂടി അപ്ഡേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചുകൂടി കൂടിയ ലെവലിൽ പഠിക്കുന്നതാണ് ചാക്രിധാരണ രീതി എന്ന് പറയുന്നത്. അതായത് പതുക്കെ 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 നമ്മൾ പഠിച്ചു പോകുന്നതാണ് സ്പൈറലിംഗ് മെത്തേഡ് എന്ന് പറയുന്നത് കേട്ടോ. മറന്നുപോലെ തിരിഞ്ഞും പോകരുത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഡോക്ടർ എസ് സ്വാമിനാഥൻ വികസിപ്പിച്ച സർബതി സോണോറ എന്നത് ഏത് വിള ഇനമാണ്? ഏത് വിള ഇനമാണ്? നെല്ലാണോ, ഗോതമ്പാണോ, ചോളമാണോ, റബ്ബറാണോ? ഇദ്ദേഹത്തിൻ്റെ ഗോതമ്പാണ് കേട്ടോ. നമ്മുടെ സർബതി സോണോറ എന്നത് ഗോതമ്പാണ്. ഇനി ഡോക്ടർ സ്വാമിനാഥൻ ആരാണ്? അദ്ദേഹത്തിൻ്റെ മറ്റൊരു ക്വസ്റ്റ്യൻ കൂടി വരും. എന്തിൻ്റെയോ പിതാവാണെന്ന് പറഞ്ഞുകൊണ്ട്. എന്തിൻ്റെ പിതാവാണ് ഡോക്ടർ സ്വാമിനാഥൻ? ഇതിൻ്റെ പിതാവാണ് ഡോക്ടർ സ്വാമിനാഥൻ. അറിയാവോ? അറിയത്തില്ലേ? ഡോക്ടർ സ്വാമിനാഥൻ എന്ത് വിപ്ലവത്തിൻ്റെ പിതാവാണ്? അല്ലെങ്കിൽ ഡോക്ടർ സ്വാമിനാഥൻ ഹരിത വിപ്ലവം, ശരി കേട്ടോ, ഹരിത വിപ്ലവം അഥവാ ഗ്രീൻ റവല്യൂഷൻ്റെ പിതാവാണ് ഡോക്ടർ എസ് സ്വാമിനാഥൻ. ഡോക്ടർ സ്വാമിനാഥനെ പറ്റി കഴിഞ്ഞ ഒരു 2-3 മാസങ്ങൾക്ക് മുമ്പ് ഒരു വാർത്ത വന്നിരുന്നു. അതായത് നമ്മുടെ ആലപ്പുഴയിലുള്ള മങ്കൊമ്പ് നെല്ല് ഗവേഷണ കേന്ദ്രം അറിയാവോ? മങ്കൊമ്പ് നെല്ല് ഗവേഷണ കേന്ദ്രം നമ്മുടെ ആലപ്പുഴ പോകുന്ന വഴിക്കുള്ളതാണ് മങ്കൊമ്പ് നെല്ല് ഗവേഷണ കേന്ദ്രം. ആ കേന്ദ്രത്തിൻ്റെ പേര് ഇപ്പം ഇദ്ദേഹത്തിൻ്റെ പേരിലൂടെ അറിയപ്പെടുന്നുണ്ട് കേട്ടോ. ഓർത്തിരിക്കണം, ഡോക്ടർ സ്വാമിനാഥൻ്റെ പേരിൽ നമ്മുടെ മങ്കൊമ്പിലുള്ള ആലപ്പുഴയിലാണുള്ളത്. ഡോക്ടർ എം എസ് സ്വാമിനാഥൻ്റെ പേരിലാണിപ്പം മങ്കൊമ്പ് നെല്ല് ഗവേഷണ കേന്ദ്രം കൂടി അറിയപ്പെടുന്നത് കേട്ടോ. ഓർത്തിരിക്കണം, വേണമെങ്കിൽ അപ്ഡേറ്റ് ആയിട്ട് ചോദിക്കാൻ പറ്റുന്നൊരു GK ക്വസ്റ്റ്യൻ കൂടിയാണ് കേട്ടോ. ആലപ്പുഴ ജില്ലയിലുള്ള മങ്കൊമ്പ് എന്ന സ്ഥലത്തിലുള്ള നെല്ല് ഗവേഷണ കേന്ദ്രം ഇപ്പോൾ അറിയപ്പെടുന്നത് നമ്മുടെ ഡോക്ടർ സ്വാമിനാഥൻ്റെ പേരിലൂടെയാണെന്ന് ഓർത്തിരിക്കണം കേട്ടോ. ഓക്കെ, അപ്പം അദ്ദേഹമാണ് ഹരിത വിപ്ലവം അഥവാ ഗ്രീൻ റവല്യൂഷൻ്റെ പിതാവായിട്ടും അറിയപ്പെടുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. മണ്ണിൽ ചപ്പ് ചവറ് കൊണ്ട് പുതയിടുന്നത് കൊണ്ടുള്ള മെച്ചങ്ങൾ എന്തെല്ലാം? അതായത് നമ്മൾ ഈ ചേനയും ചേമ്പും ഒക്കെ നമ്മൾ കൃഷി ചെയ്യുവാൻ നേരം നമ്മൾ എന്ത് ചെയ്യുന്നതാണ്? ഈ മണ്ണ് നമ്മൾ ഇളക്കി കഴിഞ്ഞിട്ട് അതിനകത്ത് ചപ്പ് ചവറുകൾ അല്ലെങ്കിൽ ഇലകൾ അതുപോലെ തന്നെ വേസ്റ്റ് മെറ്റീരിയൽസ് ഒക്കെ കൊണ്ട് നമ്മൾ പുതയിടും. അല്ലെങ്കിൽ മറ്റുള്ള ഈ പറഞ്ഞ വാഴയിലയും അതുപോലെ തന്നെ തേക്കലയും വട്ടയിലയും ഒക്കെ നമ്മളുകൊണ്ട് പുതയിടും അല്ലേ? അതുകൊണ്ടുള്ള മെച്ചങ്ങൾ എന്തെല്ലാമാണെന്ന് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഓരോന്നോരം നോക്കാം. മണ്ണിലെ ജൈവാംശം കൂടുന്നു, അല്ലെങ്കിൽ നമ്മുടെ മണ്ണിലുള്ള വളക്കൂറ് കൂടുന്നു. ശരിയാണോ? പറഞ്ഞത് ശരിയാണോ? ഏതൊക്കെ പ്രസ്താവനകളാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, ഈ പുതയിടുന്നതുകൊണ്ട് തന്നെ എന്താണ് മണ്ണിലുള്ള വളങ്ങൾ അല്ലെങ്കിൽ മണ്ണിലുള്ള നമ്മൾ ഇപ്പോൾ ചേനയാണ് വെക്കുന്നതെങ്കിൽ ചേമ്പാണ് വെക്കുന്നതെങ്കിൽ അതിൻ്റെ മുകളിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ബാക്കിയുള്ള സസ്യങ്ങളുടെയൊക്കെ ഇല കൊണ്ട് നമ്മൾ പുതയിട്ടാൽ എന്നാ സംഭവിക്കും? അവിടെയുള്ള ജൈവാംശം കൂടും, അല്ലെങ്കിൽ അവിടെയുള്ള മാന്യുവർ കൂടും എന്ന് വേണേൽ പറയും അല്ലേ? അല്ലെങ്കിൽ ഹ്യൂമസ് കണ്ടൻറ്റ് കൂടും എന്ന് വേണേൽ പറയാം. അപ്പോൾ അത് കറക്റ്റാണ്. കാരണം ബാക്കിയുള്ള സസ്യങ്ങളുടെ നമ്മുടെ സൂക്ഷ്മജീവികളുടെ പ്രവർത്തനങ്ങൾ മൂലം അതിനെ അലിപ്പിക്കുകയും അത് ഈ വെച്ച കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള മണ്ണിന് വേണ്ടിയുള്ള വളക്കൂറുള്ള മണ്ണായിട്ട് അത് മാറ്റുകയും ചെയ്യുന്നതാണ് നമ്മുടെ പുതയിടുന്നതിനുള്ള ഗുണം. അപ്പോൾ ഈ ഒന്നാമത്തെ പോയിന്റ് ശരിയാണ്. അടുത്ത സൂക്ഷ്മജീവികളുടെ എണ്ണം കൂടുന്നു. ശരിയല്ലേ? സൂക്ഷ്മജീവികളുടെ എണ്ണം അവിടെ കൂടുന്നുണ്ട്. അതായത് നമുക്കറിയാം നമ്മുടെ മണ്ണിലും അതുപോലെ തന്നെ നമ്മുടെ പരിസരത്ത് വല്ല എന്തുണ്ട്? മൈക്രോ ഓർഗാനിസംസ് ഉണ്ട് അല്ലേ? ബാക്ടീരിയ, ഫംഗസ് പോലുള്ള മൈക്രോ ഓർഗാനിസം ഉണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ പുതയിട്ട് വെച്ചാൽ അവിടെയുള്ള സൂക്ഷ്മജീവികളുടെ എണ്ണം, നല്ലൊരു ക്ലൈമറ്റാണ്, നല്ലൊരു ചൂടുമല്ല തണുപ്പുമല്ല, എന്നാൽ അത് നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്ന ഒരു നാച്ചുറൽ ക്ലൈമറ്റാണ്. അതുകൊണ്ട് തന്നെ അവിടെയുള്ള സൂക്ഷ്മജീവികളുടെ എണ്ണം നല്ല രീതിക്ക് തന്നെ കൂടും. ആ പോയിന്റ് ശരിയാണ്. അപ്പോൾ 1 ശരിയാണ്, 2 ശരിയാണ്. അടുത്തതൊന്ന് നോക്കിയേ. മണ്ണിൽ ജലത്തിൻ്റെ ബാഷ്പീകരണ നിരക്ക് കൂടുന്നു. എന്താണ് ബാഷ്പീകരണ നിരക്ക് എന്ന് പറഞ്ഞാൽ മണ്ണിലുള്ള വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് പെട്ടെന്ന് വലിഞ്ഞു പോകുന്നു. പറഞ്ഞ പോയിന്റ് ശരിയാണോ? നമുക്കറിയാമല്ലോ, നമ്മൾ ഈ ചെടിയൊക്കെ നനയ്ക്കുമ്പോൾ ഇല്ലേ, നമ്മളിപ്പോൾ ഈ പറഞ്ഞ വേനൽക്കാലം വരെ നമുക്കുണ്ടായിരുന്നു അല്ലേ? ഈ വേനൽക്കാലത്ത് നമ്മൾ ചെടി നനയ്ക്കുമ്പോൾ നമ്മൾ ചെടിയുടെ ചുവട്ടിൽ ചപ്പ് ചോറുകൾ വെട്ടിയിട്ടാണ് നനയ്ക്കുന്നത്. എന്തിനു വേണ്ട നനയ്ക്കുന്നത്? നമ്മൾ നനച്ച വെള്ളം പിറ്റേ ദിവസം വെയിൽ വരുമ്പോൾ ബാഷ്പീകരണം അല്ലെങ്കിൽ ഇവാപ്പറേറ്റ് ചെയ്ത് പോകരുത്, അല്ലെങ്കിൽ അത് അവിടുന്ന് പറ്റിപ്പോകരുത്. കാരണം ആ പുതയ്ക്കടിയിൽ വെള്ളം കിടപ്പുണ്ടെങ്കിൽ പുതയുടെ മേളിൽ വെയിലടിച്ച് ആ പുതയുടെ മുകൾ വശം മാത്രം നമ്മുടെ വെയിൽ കൊണ്ട് വാടി നിൽക്കത്തേ ഉള്ളൂ. പക്ഷേ മണ്ണിന് എപ്പോഴും എന്ത് കാണും? ആ ഒരു ഈർപ്പം അല്ലെങ്കിൽ ആ ഒരു നനവ് കാണും. ആ
ആ നനവ് നമ്മൾ കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയാണ് ഈ പറഞ്ഞ പൊത നമ്മൾ ഇടുന്നത്. അപ്പോൾ നോക്കി, മണ്ണിൽ ജലത്തിൻ്റെ ബാഷ്പീകരണ നിരക്ക് ഈ പൊതയിട്ടാൽ കൂടുമെന്ന് പറഞ്ഞാൽ ശരിയാണോ ആ പറഞ്ഞ പോയിന്റ്? ശരിയാണോ? അല്ല. കാരണം എന്താണ്? പൊതയിട്ടാൽ ഒബ്വിയസ്ലി ആ മണ്ണിലുള്ള ആ നനവിനെ അത് പിടിച്ചു നിർത്തും. അല്ലെങ്കിൽ മണ്ണ് നമ്മൾ നനയ്ക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ചെടിയുടെ ചുവട് നമ്മൾ നനയ്ക്കുമ്പോൾ ആ തണുപ്പ് അല്ലെങ്കിൽ ആ ഒരു നനവ് ആ മണ്ണിൽ തന്നെ അവശേഷിക്കും. അതൊരിക്കലും സൂര്യപ്രകാശം അടിക്കുമ്പോൾ ബാഷ്പീകരണമായി പോകും, അല്ലെങ്കിൽ ബാഷ്പീകരിച്ച് പോകില്ല എന്ന് ഓർത്തിരിക്കണം. അപ്പോൾ ഈ മൂന്നാമത്തെ പോയിന്റ് തെറ്റാണ്. അടുത്തത്, മണ്ണിൻ്റെ ജലാകരണ ശേഷി കൂടുന്നു. കാരണം നമ്മൾ ഈ പൊത ഇട്ട് കഴിഞ്ഞാൽ അവിടെ സൂക്ഷ്മജീവികൾ പെഴുകും. ഈ പറഞ്ഞ പോലെ വിര, മൈക്രോ ഓർഗാനിസം എല്ലാം പെഴുകും. നമുക്കറിയില്ല, ഈ വിരയൊക്കെ മണ്ണിൻ്റെ അകത്ത് എന്താണ് കിളയ്ക്കും, അല്ലെങ്കിൽ നമ്മൾ ഈ മണ്ണിനെ കുത്തിമറിക്കും അല്ലേ. അതുപോലെ തന്നെ നമുക്കറിയാമല്ലോ, ഈ വിരയുള്ളിടത്ത് ഈ മണ്ണിങ്ങനെ പൊന്തി പൊന്തി കിടക്കാൻ കാണാം. അപ്പോൾ ഈ ഇതുപോലുള്ള സൂക്ഷ്മജീവികളുടെയൊക്കെ പ്രവർത്തനങ്ങൾ മൂലം എന്താണ് മണ്ണിൻ്റെ ജലാകരണ ശേഷി, അല്ലെങ്കിൽ ജലത്തെ മണ്ണിലേക്ക് ഇറങ്ങിപ്പോകാനായിട്ട്, അല്ലെങ്കിൽ മണ്ണിലേക്ക് താഴാനായിട്ടുള്ള ശേഷി അവിടെ കൂടുകയാണ് ചെയ്യുന്നത്. കാരണം അവിടെ ഈ പറഞ്ഞ പോലെ തന്നെ പൊതയിട്ടാൽ അവിടെ സൂക്ഷ്മജീവികൾ കൂടും. സൂക്ഷ്മജീവികൾ കൂടിക്കഴിഞ്ഞാൽ അതിൻ്റെ സൂക്ഷ്മജീവികൾ മണ്ണിലേക്ക് ഇറങ്ങി ആഴ്ന്നു ചെല്ലുമ്പോൾ ആ മണ്ണ് ഓട്ടോമാറ്റിക്കലി ഇളകും. അപ്പോൾ മഴ പെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ മണ്ണിലേക്ക് വെള്ളം വീണ് കഴിഞ്ഞാൽ ആ ജലം അവിടെ താഴാനുള്ള ടെൻഡൻസി ഭയങ്കര കൂടുതലാണ്. അപ്പോൾ അവിടെ ജലാകരണ ശേഷി, അല്ലെങ്കിൽ അതിൻ്റെ അബ്സോർപ്ഷൻ കപ്പാസിറ്റി, സോയിലിൻ്റെ അബ്സോർപ്ഷൻ കപ്പാസിറ്റി അവിടെ കൂടുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പോയിന്റും ശരിയാണ്. അപ്പോൾ ഏതൊക്കെ പോയിന്റാണ് ശരി? 1 ശരി, 2 ശരി, 4 ശരി. അപ്പോൾ ഏതാണ് നമ്മുടെ ശരി? ഓപ്ഷൻ ശരി, ഓപ്ഷൻ ഡി ആണ് ശരി. മൂന്നാമത്തെ ഓപ്ഷൻ തെറ്റാണ്. മണ്ണിൻ്റെ ജലബാഷ്പീകരണ നിരക്ക് കൂടുന്നു എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ് കേട്ടോ. ഇനി മണ്ണിൻ്റെ ബാഷ്പീകരണ നിരക്ക് കുറയുന്നു എന്നായിരുന്നെങ്കിൽ 1, 2, 3, 4 എല്ലാം തന്നെ ശരിയായേനെ കേട്ടോ. ബാഷ്പീകരണ നിരക്ക് കൂടുവല്ല കുറയുവാണ് അവിടെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഓരോ പോയിന്റിൽ നമ്മൾ ഓരോ പോയിന്റും വെച്ചുകൊണ്ട് ഇത് അതിനോട് കറക്റ്റ് ആവുമോ? ഇവിടെ പറഞ്ഞ കണ്ടീഷൻ എന്താണ്? നമ്മൾ മണ്ണിൽ ചപ്പ് ചവറുകൊണ്ട് പൊതയിടണം. അങ്ങനെ ചെയ്താൽ അവിടെയുള്ള ഗുണം എന്താണെന്നാണ് ചോദിക്കുന്നത്. അപ്പം ഓരോ പോയിന്റും വായിക്കുക, അതിനനുയോജ്യമായിട്ടുള്ള ഒരു പോയിന്റിലേക്ക് പോവുക. ഒരു സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അടുത്തത്, ലോവർ പ്രൈമറി ക്ലാസ്സുകളിൽ പഠന പ്രക്രിയയുടെ ഭാഗമായി പട്ടികകൾ, ചിത്രങ്ങൾ, പോസ്റ്ററുകൾ, വിവരണങ്ങൾ എന്നിവ തയ്യാറാക്കുന്ന കുട്ടിയിൽ വികസിക്കുന്ന അടിസ്ഥാന പ്രക്രിയാശേഷി ഏത്? എന്തൊക്കെയുണ്ട് കണ്ടോ? നമ്മൾ ലോവർ പ്രൈമറി ക്ലാസ്സിൽ അല്ലെങ്കിൽ LP തലത്തിൽ പഠന പ്രക്രിയയുടെ ഭാഗമായിട്ട് നമ്മൾ പട്ടികകൾ ചെയ്യുന്നു, ചിത്രങ്ങൾ വരപ്പിക്കുന്നു, പോസ്റ്ററുകൾ ഉണ്ടാക്കുന്നു, വിവരണങ്ങൾ തയ്യാറാക്കുന്നു. ഇപ്പം നമ്മൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മുടെ സ്കൂൾ തുറന്ന പാടെ നമുക്ക് ജൂണും ജൂലൈയിൽ മാസമൊക്കെ നമ്മുടെ ഈ പറഞ്ഞ പ്രകൃതി ദിനം അല്ലേ, അല്ലെങ്കിൽ ജൂൺ 5 വരുന്നതാണ് അല്ലേ നമ്മുടെ വേൾഡ് എൻവയോൺമെൻറ്റ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഓരോ അടുത്ത വർഷത്തേക്കുള്ള, അല്ലെങ്കിൽ നമ്മൾ ചെടികളൊക്കെ നട്ടുപിടിപ്പിക്കുകയും അതുപോലെ തന്നെ മണ്ണിൻ്റെ, അല്ലെങ്കിൽ നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കാനായിട്ടുള്ള മരങ്ങളുടെയും അതുപോലെ തന്നെ ഭൂമിയുടെയൊക്കെ പടം വരച്ചുകൊണ്ട് വരാനും അതിനെപ്പറ്റിയുള്ള പോസ്റ്റർ തയ്യാറാക്കാനും കുട്ടികളെ കൊണ്ടൊക്കെ റാലികളും ഒക്കെ നമ്മൾ തയ്യാറാക്കി അല്ലേ. ഇതെന്തിനു വേണ്ടിയിട്ടാണ്? ഏത് പ്രക്രിയാശേഷിയാണ് കുട്ടികളിലിവിടെ എന്ത് ചെയ്യുന്നത്? വികസിക്കുന്നത് ചെയ്യുന്നത്? ഉപകരണങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ടാണോ, ആശയവിനിമയത്തിനാണോ, പരികൽപ്പന രൂപീകരിക്കാനാണോ, ചരങ്ങളെ നിയന്ത്രിക്കാനാണോ? എന്തിനു വേണ്ടിയായിരിക്കും? നമ്മൾ ഈ പറഞ്ഞ ഓരോ ദിനാചരണങ്ങളും അതുപോലെ തന്നെ ഓരോ പ്രോഗ്രാംസും ഒക്കെ ക്ലാസ്സിൽ നടക്കുന്നത് മെയിൻലി നമ്മൾ സ്കൂളുകളിലെല്ലാം തന്നെ നടത്തി വരുന്ന ദിനാചരണങ്ങളില്ലേ. എന്തിനു വേണ്ടി വെച്ചാൽ ആ ദിനത്തിൻ്റെ പ്രാധാന്യം, അല്ലെങ്കിൽ ആ ഒരു ദിനത്തിൻ്റെ ആശയം കുട്ടികളിലേക്ക് കൊണ്ടുവരിക. അത് അവരുടെ ജീവിതത്തിൽ, അല്ലെങ്കിൽ ഒരു വ്യക്തികളുടെ, ഇപ്പം നമ്മുടെ ഗാന്ധി ജയന്തി, അതുപോലെ തന്നെ നമ്മുടെ നവംബർ 14 നമ്മുടെ ശിശുദിനം, ഇതൊക്കെ വരുമ്പോൾ നമ്മൾ നേതാജി പോലുള്ള മഹത് വ്യക്തികളെ നമ്മൾ ആദരിക്കുകയും അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യും? ഇപ്പോൾ നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേ, റിപ്പബ്ലിക് ഡേ, ഇതൊക്കെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുമ്പം നമ്മുടെ ഫ്രീഡം ഫൈറ്റേഴ്സ് ഇല്ലേ, അവരെയൊക്കെ നമ്മൾ ആദരിക്കുകയും അവരുടെയൊക്കെ കാഴ്ചപ്പാടുകൾ, ചിന്താരീതികളൊക്കെ നമ്മൾ കുട്ടികളിലേക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ അവരുടെ ജീവിതപാത പിന്തുടരുവാനും നല്ല സമൂഹത്തിൽ മനുഷ്യരായി എങ്ങനെ ജീവിക്കണമെന്ന് കാണിക്കാനും ഇങ്ങനെയും വ്യക്തികൾ ജീവിച്ചിരുന്നു, ഇവരൊക്കെ കാരണമാണ് നമുക്ക് ഇന്ന് ഈ ലോകത്ത് ജീവിക്കാൻ സാധിച്ചതെന്നും കുട്ടികളിലേക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഇവിടെ വളരുന്ന പ്രക്രിയാശേഷി എന്താണ്? ഇവിടെ വളരുന്നത് ആശയവിനിമയം അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷനാണ്. ബാക്കി ഉപകരണങ്ങൾ കൈകാര്യം ചെയ്യൽ, പരികൽപ്പന രൂപീകരിക്കൽ, ചരങ്ങളെ നിയന്ത്രിക്കൽ, ഇവയൊക്കെ എന്താണ്? ഒരു പ്രൊജക്റ്റ്, അല്ലെങ്കിൽ നമ്മളറിയാം നമ്മളൊരു അസൈൻമെൻ്റ് ഒക്കെ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ പ്രൊജക്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് വേണ്ട അല്ലേ ഈ പരികൽപ്പന രൂപീകരിക്കാനും എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടായിരിക്കും ഇതുണ്ടായത്, അല്ലെങ്കിൽ ഏതൊക്കെ പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കും ഇങ്ങനൊരു പ്രശ്നം നമ്മൾ നേരിടേണ്ടി വന്നത് എന്നുള്ള പരികൽപ്പന രൂപീകരിക്കാനും, ഇനി ഏതൊക്കെ ചരങ്ങളെ ഇപ്പം നമ്മൾ നിയന്ത്രിക്കണമെന്ന്. ഇപ്പം നമുക്കറിയാലോ, ഇപ്പം നമ്മുടെ വിത്ത് മുളയ്ക്കണമെങ്കിൽ അവിടെ എന്തൊക്കെ ആവശ്യമാണ്? ഒരു വിത്ത് മുളച്ചു വരണമെങ്കിൽ സൂര്യപ്രകാശം ആവശ്യമാണ്,
വായുവിൻ്റെ സാന്നിധ്യം ആവശ്യമാണ്, വെള്ളത്തിൻ്റെ സാന്നിധ്യം ആവശ്യമാണ്. ഇതിലേതെങ്കിലും വസ്തുക്കളെ നമ്മൾ നിയന്ത്രിച്ചാൽ, ഇപ്പോൾ സൂര്യപ്രകാശം ഇല്ലാതെ നമ്മൾ വായുവും ജലവും മാത്രമാണെങ്കിലും നമുക്ക് കിളുത്ത് കിട്ടും. പക്ഷേ കിളുത്ത് കിട്ടിക്കഴിഞ്ഞാൽ ഇലയൊക്കെ വന്നു കഴിഞ്ഞാൽ എന്നാ സംഭവിക്കും? സൂര്യപ്രകാശം ഇല്ലാതെ തന്നെ അത് വളരാനായിട്ട് വളരെ പാടാണ് അല്ലേ? സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ ആ ചെടിയുടെ പൂർണ്ണ വളർച്ച എത്തുക എന്ന് പറഞ്ഞാൽ നടക്കാൻ പാടാണ്. ഇനി നമ്മൾ ജലം കൊടുത്തു, പക്ഷേ നമ്മൾ വെള്ളം കൊടുത്തില്ല, എന്നാ സംഭവിക്കും? അവിടെയും ചെടി വാടിപ്പോകാനുള്ള അവസ്ഥകളുണ്ട്. അപ്പോൾ ഓരോ ചരങ്ങളെ നിയന്ത്രിക്കാന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു ഇതിന് അനുകൂലമായിട്ടുള്ള വസ്തുക്കളിലുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഓരോരോ ഇപ്പോൾ മണ്ണിലുള്ള ജലാകരണ ശേഷി അല്ലെങ്കിൽ മണ്ണിനെ വളക്കൂറ് നമ്മൾ നിയന്ത്രിക്കുക, ഇപ്പോൾ സൂര്യപ്രകാശം നമ്മൾ നിയന്ത്രിക്കുക, വെള്ളം നമ്മൾ നിയന്ത്രിക്കുക, ഇങ്ങനെ പല കാര്യങ്ങൾ നമ്മൾ നിയന്ത്രിക്കുക എന്ന് പറയുന്ന പേരാണ് ചരങ്ങളെ നിയന്ത്രിക്കുക എന്ന് പറയുന്നത്. പിന്നെ ഉപകരണങ്ങൾ കൈകാര്യം ചെയ്യൽ, നമ്മളിപ്പോഴും അറിയാം നമ്മുടെ സർഗാത്മകത മേഖലയിലേക്ക് വരുന്ന ഒരെണ്ണമാണ്. അതായത് നമ്മൾ ഓരോരോ എക്യുപ്മെൻറ്റ്സിന് നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ പഠിക്കുക. തൂമ്പായുടെ ഉപയോഗം, അല്ലെങ്കിൽ കത്രികയുടെ ഉപയോഗം, സ്കെയിലിൻ്റെ ഉപയോഗം, അല്ലെ ബ്ലേഡിൻ്റെ ഉപയോഗം, ഇതൊക്കെയാണെങ്കിൽ അല്ലെങ്കിൽ ഫലപ്രദമായിട്ടുള്ള ലാബിക്കേറിയൽ അതിലുള്ള എക്യുപ്മെൻറ്റ്സിൻ്റെ ഉപയോഗം, അല്ലെ പിപ്പറ്റ്, ബൂററ്റ്, ഇതുപോലുള്ള സയൻറ്റിഫിക് ആയിട്ടുള്ള ഇപ്പം ടെമ്പറേച്ചർ നോക്കുന്ന തെർമോമീറ്റർ, ഇതുപോലുള്ള കാര്യങ്ങളുടെയൊക്കെ ഉപയോഗങ്ങൾ നമ്മൾ ചെയ്യുവാണെങ്കിൽ അതാണ് ആ ഉപകരണങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ഇപ്പോൾ കൃഷി ഇവിടെ വരുന്ന ഏതാണ്? കണ്ടോ, പട്ടികകൾ തയ്യാറാക്കുന്നു, ചിത്രങ്ങൾ തയ്യാറാക്കുന്നു, പോസ്റ്ററുകൾ തയ്യാറാക്കുന്നു, വിവരണങ്ങളൊക്കെ പറയുന്നു. അപ്പോൾ അവിടെ ഒരു ആശയവിനിമയം, എന്താണ് ആ ദിവസത്തിൻ്റെ പ്രാധാന്യം, അല്ലെങ്കിൽ എന്താണ് അവിടെ നടക്കുന്നതെന്ന് കുട്ടികൾ സ്വയമേ മനസ്സിലാക്കി അവർ തന്നെ കണ്ടെത്തി ചെയ്യുന്നതാണ് ഈ പറഞ്ഞ രീതി, അല്ലെങ്കിൽ ഈ പറഞ്ഞ പ്രക്രിയാശേഷി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവിടെ ആശയവിനിമയമാണ് വേണ്ടത്. ഇനിയും താഴെ കൊടുത്തിരിക്കുന്നതിൽ വിഷമില്ലാത്ത പാമ്പുകളുടെ കൂട്ടം. വളരെ എളുപ്പമല്ലേ? നോക്കിയേ, നമുക്കറിയാം മൂർഖന് വിഷമുള്ളതാണ്. അപ്പോൾ മൂർഖനുള്ളവരെ എല്ലാം മാറ്റിക്കേ. ഒന്നാമത്തെ ഓപ്ഷനിൽ മൂർഖനുണ്ട്, വിഷമില്ലാത്തവരെ വേണ്ടത്. ഒന്നാമത്തേൽ മൂർഖനുണ്ട്, അപ്പോൾ അത് വരത്തില്ല. രണ്ടാമത്തേൽ മൂർഖനുണ്ട്, അത് വരത്തില്ല. പിന്നെ നമുക്കറിയാലോ അണലീനെ അറിയാലോ, അണലി നല്ല വിഷമുള്ള പാമ്പ് അല്ലേ? ഈ പറഞ്ഞ മൂർഖനും അണലിയും, അപ്പോൾ അതും വിഷമുള്ള. ഓപ്ഷൻ എയും ബിയും സിയും പോയി. പിന്നെ ആരേ ഉള്ളൂ? പെരുമ്പാമ്പിന് വിഷമില്ല, വില്ലുണ്ണിക്ക് വിഷമില്ല, വെള്ളിവരേനും വിഷമില്ല. അപ്പോൾ ഏതാണ്? ഓപ്ഷൻ ഡി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. എവിടെയെങ്കിലും നമുക്കൊരു കോമൺ ഫാക്ടർ കണ്ടെത്താൻ സാധിക്കും കേട്ടോ. കണ്ടോ, പെരുമ്പാമ്പ്, അണലി, മൂർഖൻ. നമുക്കറിയാം അണലിക്കും മൂർഖനും എന്തുണ്ട്? നല്ല വിഷമുള്ള പാമ്പാണ്. അതുകൊണ്ട് തന്നെ കടിച്ചാൽ, നമ്മൾ ഇന്നലെ പറഞ്ഞില്ലായിരുന്നോ, പാമ്പ് കടിയേറ്റാൽ അയാൾ എന്ത് ചെയ്യണം? സംഭ്രമിക്കാതെ സമാധാനിപ്പിക്കണം. അതുപോലെ തന്നെ കടിയേറ്റ ഭാഗം നമ്മൾ തുണി ഉപയോഗിച്ച് മുറുക്കെ കെട്ടിവെക്കണം, ബ്ലഡ് സർക്കുലേഷൻ കുറയ്ക്കണം, താഴ്ത്തിയിടാൻ ശ്രദ്ധിക്കണം, എത്രയും പെട്ടെന്ന് വൈദ്യസഹായം തേടണം എന്നൊക്കെ നമ്മൾ ഇന്നലെ കണ്ടായിരുന്നു അല്ലേ? അപ്പോൾ ഓർത്തിരിക്കണം. ഇവിടെ വിഷമില്ലാത്ത പാമ്പുകളുടെ കൂട്ടം പെരുമ്പാമ്പ്, വില്ലുണ്ണി, വെള്ളി, വരേൻ കേട്ടോ. നമുക്കറിയാലോ മൂർഖനും അണലിയും ഒക്കെ നല്ല വിഷമുള്ള പാമ്പുകളാണ്. അതുകൊണ്ട് അതൊന്നും ഓപ്ഷനകത്ത് വരത്തില്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. അന്വേഷണാത്മക പഠന രീതിയുടെ ഘട്ടങ്ങളിൽ 5E നേടിയ അറിവിൻ്റെ പ്രയോഗം ഉറപ്പാക്കുന്ന ഘട്ടം എൻഗേജ് ആണോ, എക്സ്പ്ലോർ ആണോ, ഇവാലുവേഷൻ ആണോ, എലാബറേറ്റ് ആണോ? നമുക്കറിയാം നമ്മുടെ ഒരു സയൻസ് ക്ലാസ് പോകേണ്ടത് 5E അല്ലെങ്കിൽ എൻഗേജ്, എക്സ്പ്ലോർ, എക്സ്പ്ലെയിൻ, എക്സ്റ്റെൻഡ്, ഇവാലുവേറ്റ് അല്ലേ എന്ന് പറഞ്ഞ രീതിയിലൂടെയാണ് പോകേണ്ടത്. ഇവിടെ എൻഗേജിൽ നമ്മൾ ചെയ്യുന്ന എന്താണ്? കുട്ടികളെ നമ്മൾ ആ ഒരു ആശയത്തിലേക്ക് കൊണ്ടുവരിക, അല്ലെങ്കിൽ അവരെ അവിടെ എൻഗേജ് ആക്കുക. അടുത്താണ് എക്സ്പ്ലോർ അല്ലേ, അവരെ ചെയ്ത ആശയത്തെ നമ്മൾ പരീക്ഷണത്തിലൂടെയും നിരീക്ഷണത്തിലൂടെയും അതുപോലെ തന്നെ വർഗീകരണത്തിലൂടെയൊക്കെ നമ്മൾ ചെയ്യിപ്പിക്കുന്നതാണ് എൻഗേജ്, എക്സ്പ്ലോർ എന്ന് പറയുന്നത്. അടുത്തത് എൻഗേജ്, എക്സ്പ്ലോർ, എക്സ്പ്ലെയിൻ അല്ലെ, അതിനെ നമ്മൾ വിശദീകരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അതിനെ നമ്മൾ ICT വെച്ചുകൊണ്ടോ അല്ലെങ്കിൽ ചാർട്ട് വെച്ചുകൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് കൊണ്ടോ ഒക്കെ നമ്മളതിനെ വിശദീകരിക്കുക. അടുത്തതാണ് നമ്മൾ കിട്ടിയ അറിവിനെ നമ്മൾ എന്ത് ചെയ്യും? നമ്മളതിനെ ഇവാലുവേറ്റ് ചെയ്യും എന്ന് പറഞ്ഞാൽ എന്താണ്? അതിനെ നമ്മൾ വിലയിരുത്തും. ഇപ്പോൾ നമുക്കൊരു പഠനനേട്ടം കിട്ടി, ആ പഠനനേട്ടം നമ്മൾ വിലയിരുത്തി, കുട്ടികൾ ചെറിയൊരു പരീക്ഷയാകാം, ചെറിയ ചെറിയ ചോദ്യങ്ങളാകാം, ഇതൊക്കെയാണ് നമ്മുടെ ഇവാലുവേഷൻ വരുന്നത്. അത് കഴിഞ്ഞിട്ടുള്ളതാണ് നമ്മുടെ എക്സ്റ്റെൻഡ് അല്ലെങ്കിൽ ഇലാബറേറ്റ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പഠനനേട്ടം കുട്ടിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ പഠനനേട്ടം കുട്ടി നിത്യജീവിതത്തിൽ കൊണ്ട് പ്രയോഗിക്കുന്നുണ്ടോ ഇല്ലയോ, അല്ലെങ്കിൽ നിത്യജീവിതത്തിൽ കൊച്ച് അതിനെ എങ്ങനെ ആ ഒരു പഠന സന്ദർഭത്തെ സ്വാധീനിക്കുന്നു, അല്ലെങ്കിൽ എങ്ങനെ ആ ഒരു പഠന സന്ദർഭത്തെ നേരിടുന്നു, അല്ലെങ്കിൽ ആ ഒരു പ്രത്യേകമായിട്ടുള്ള കാര്യത്തെ കൊച്ചെങ്ങനെ മുന്നിൽ കാണുന്നു എന്നൊക്കെ വരുന്നത് ഇലാബറേറ്റിലാണ് അല്ലെങ്കിൽ എക്സ്റ്റെൻഡിലാണ്. അതിന് നമ്മൾ ഈ തുടർ പ്രവർത്തനങ്ങളൊക്കെ കൊടുത്തു വിടുന്നത്. അപ്പോൾ നോക്കിയേ, ഈ ഒരു രീതിയിൽ അന്വേഷണ പഠന രീതിയുടെ ഘട്ടങ്ങളിൽ 5E നേടിയ അറിവിൻ്റെ പ്രയോഗം ഉറപ്പാക്കുന്ന ഘട്ടം, അതായത് ഓൾറെഡി എല്ലാം കഴിഞ്ഞു, എൻഗേജ് കഴിഞ്ഞു, എക്സ്പ്ലോർ കഴിഞ്ഞു, എക്സ്പ്ലെയിൻ കഴിഞ്ഞു, ഇവാലുവേഷൻ കഴിഞ്ഞു. പിന്നെ അതിന് ഉറപ്പാക്കേണ്ടത് എവിടെ ചെന്നിട്ടാ? അവൻ്റെ നിത്യജീവിതത്തിൽ ചെന്നിട്ട്, അല്ലെങ്കിൽ
അവൻ ഇലാബറേറ്റ് ചെയ്യുമ്പോൾ അല്ലേ, അല്ലെങ്കിൽ അവൻ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ എന്ന് വേണമെങ്കിൽ പറയാം. അതായത് തുടർ പ്രവർത്തനത്തിലൂടെ വേണമെങ്കിൽ അവനത് നേടിയ അറിവിൻ്റെ ഉപയോഗം ഉറപ്പാക്കണം. അപ്പോൾ ഏതാണ് വരേണ്ടത്? ഇലാബറേറ്റ് ആണ് ഇവിടെ ആൻസർ ആയിട്ട് വേണ്ടത്. ബാക്കിയുള്ള 4 കാര്യങ്ങളും 5ലുള്ള ബാക്കി 4 കാര്യങ്ങളും എന്താണ്? നമ്മുടെ അറിവ് നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് നമ്മൾ ചെയ്യുന്ന ഘട്ടങ്ങളാണ്. ഇലാബറേറ്റിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നേടിയ അറിവിൻ്റെ അല്ലെങ്കിൽ നേടിയ പഠന നേട്ടത്തിൻ്റെ പ്രയോഗം. എന്ത് പ്രയോഗമാണ്? നിത്യജീവിതത്തിലുള്ള പ്രയോഗം നമ്മൾ ഉറപ്പാക്കുന്ന ഘട്ടം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഓർത്തിരിക്കണം, ഇലാബറേറ്റ് ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ബാക്കിയുള്ള 4 കാര്യം നമ്മൾ ക്ലാസ് റൂമിൽ ചെയ്യുന്നതാണ്. ഇലാബറേറ്റ് നമ്മൾ എക്സ്റ്റെൻഡ് ആക്ടിവിറ്റി അത് അല്ലെങ്കിൽ എക്സ്റ്റെൻഡ് ഇലാബറേറ്റ് എന്നാണ് പറയുന്നത്. അപ്പം അവിടെ നമ്മൾ എക്സ്റ്റെൻഡ് ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് അവിടെ വരുന്നതെന്നും ഓർത്തിരിക്കണം. ഓക്കെ, ഈ 5 ഇമ്പോർട്ടൻ്റ് ആണ്. മിക്കപ്പോഴും ചോദ്യങ്ങൾ ചോദിക്കുന്നതാണ്. 5 അല്ലെങ്കിൽ എൻഗേജ്, എക്സ്പ്ലോർ, എക്സ്പ്ലെയിൻ, എക്സ്റ്റെൻഡ്, ഇവാലുവേറ്റിനകത്തുള്ള 5 മിക്കപ്പോഴും ചോദിക്കുന്നതാണ്. ഇതിൻ്റെ ഫുൾ ഫോം ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതുപോലുള്ള അല്ലേ, ഇപ്പോൾ നമ്മൾ ചോദിക്കുകയാണ് കുട്ടികൾ അന്വേഷണം അല്ലെങ്കിൽ അന്വേഷണത്തിന് വേണ്ടി ഇറങ്ങുന്ന ഘട്ടം ഏത്? അതെവിടെയാണ് അന്വേഷണത്തിന് വേണ്ടി ഇറങ്ങുന്ന ഘട്ടം? അല്ലെങ്കിൽ പരീക്ഷണങ്ങളൊക്കെ ചെയ്യുന്ന ഘട്ടം ഏതാണ്? ഈ 5 എൻഗേജ് ആണോ, എക്സ്പ്ലോർ ആണോ, എക്സ്പ്ലെയിൻ ആണോ, എക്സ്റ്റെൻഡ് ആണോ, ഇവാലുവേറ്റ് ആണോ? കുട്ടികൾ പരീക്ഷണങ്ങളും അതുപോലെ തന്നെ ചരങ്ങളെ നിയന്ത്രിക്കാനൊക്കെ ചെയ്യുന്ന ഘട്ടം എവിടെയാണ്? ഏത് ഘട്ടത്തിലാണ്? 2ാമത്തെ ഘട്ടമായിട്ടുള്ള എക്സ്പ്ലോർ കേട്ടോ. എൻഗേജ്, എക്സ്പ്ലോർ ആണ് കുട്ടികൾ അതെല്ലാം ചെയ്തു പഠിക്കുന്നത്. ഇനി ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, കുട്ടികൾ നേടിയ ആശയങ്ങളെ നമ്മൾ വിശദീകരിക്കുന്ന ഘട്ടം ഏതാണ്? വിശദീകരണ ഘട്ടം ഏതാണ്? ആ വാക്കിൽ തന്നെയുണ്ട്. ഏതാണ്? അതും ചോദിച്ചിട്ടുള്ള വിശദീകരണ ഘട്ടം എക്സ്പ്ലെയിൻ കേട്ടോ. എൻഗേജ്, എക്സ്പ്ലോർ, എക്സ്പ്ലെയിനിലാണ് നമ്മൾ വിശദീകരണം. ഇനിയും വിലയിരുത്തുന്ന ഘട്ടം എവിടെയാണ്? നമ്മുടെ ഇവാലുവേഷൻ കേട്ടോ. അതുപോലെ തന്നെ കുട്ടികളെ നമ്മൾ എൻ്റർടൈൻ ആക്കുന്ന ഘട്ടം അല്ലെങ്കിൽ കുട്ടികളെ ആ പഠന നേട്ടത്തിലേക്ക് നമ്മൾ കൊണ്ടുവരുന്ന പ്രാഥമിക ഘട്ടം അതേതാണ്? നമ്മുടെ എൻഗേജ് കേട്ടോ. അപ്പോൾ ഓരോ ഘട്ടവും ഇമ്പോർട്ടൻ്റ് ആണ്. വാക്കിൽ തന്നെയുണ്ട് ആ വാക്കിൻ്റെ അർത്ഥം. അതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻ വായിക്കുക, ശരിയായിട്ടുള്ള ഉത്തരത്തിലേക്ക് നിങ്ങൾ പോവുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. താഴെ പറയുന്ന ഒരു വൈറസ് മൂലമുണ്ടാകുന്ന രോഗം ഏതാണ്? മലേറിയ ആണോ, കോളറയാണോ, ചിക്കൻ ബോക്സ് ആണോ, ടെറ്റനസ് ആണോ? വൈറസ് മൂലമുണ്ടാകുന്ന രോഗം. നമ്മളൊരു കോഡിലൂടെയൊക്കെ പഠിച്ചല്ലേ വൈറസ് രോഗങ്ങളും അതുപോലെ കൊതുക് പരത്തുന്ന രോഗങ്ങളും അല്ലേ, അതുപോലെ തന്നെയുള്ള രോഗങ്ങൾ നമ്മൾ പഠിച്ചതാണ്. അവിടെ നമ്മൾ കണ്ടതാണ് ഏതായിരുന്നു? നമ്മുടെ ചിക്കൻ ബോക്സ് എന്ന് പറയുന്നത് വൈറസ് മൂലം പകരുന്ന രോഗമാണ് കേട്ടോ. ചിക്കൻ ബോക്സ് എന്ന് പറയുന്നത് വൈറസ് മൂലം പകരുന്ന രോഗമാണ്. ഇതിൻ്റെ ഒരു PDF ഞാൻ ഗ്രൂപ്പിൽ ഇട്ടിരുന്നു. ഞാനത് ക്ലാസ് കഴിയുമ്പോൾ ഒന്നുകൂടി ഇടാം. അതിനൊരു ക്ലാസ് തന്നെയുണ്ട്, ഒരു 1.25 മണിക്കൂറിൻ്റെ ക്ലാസ് തന്നെയുണ്ട്. അതിൻ്റെ അകത്ത് ഓരോ കോഡുകളൊക്കെ പഠിച്ചല്ലേ, DYSPക്ക് അല്ലേ, ജലദോഷം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പഠിച്ച് ഓർമ്മയില്ലേ? അതിനകത്ത് നമ്മൾ പഠിച്ചാണ് വൈറസ് മൂലമുണ്ടാകുന്ന രോഗമാണ് ചിക്കൻ പോക്സ്. ഇനിയും കോളറ അതുപോലെ തന്നെ ടെറ്റനസ് ഒക്കെ എന്ത് പരത്തുന്നതാണ്? നമ്മുടെ ബാക്ടീരിയ പരത്തുന്നതാണ്. ഇനി അതുപോലെ തന്നെ മലേറിയ എന്ത് പരത്തുന്നതാണെന്ന് അറിയാമോ? കൊതുക് പരത്തുന്നതാണ് കേട്ടോ. കൊതുക് പരത്തുന്ന രോഗമാണ് മലേറിയ. അപ്പോൾ ഇതുപോലുള്ള കൊതുക് പരത്തുന്ന രോഗങ്ങളും വൈറസ് മൂലം പകരുന്ന രോഗങ്ങളും അതുപോലെ തന്നെ നമ്മുടെ കൊതുക് പരത്തുന്ന രോഗങ്ങളും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. പഠിച്ചിട്ട് വേണം പോകാൻ കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഒരു ക്ലാസ്സും ആ ഒരു PDF ഇമ്പോർട്ടൻ്റ് ആണ്. നോക്കിയിട്ട് വേണം പോകാൻ. പല ആവർത്തി പല ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കുന്നതാണ് ഇതുമൂലം പരത്തുന്ന രോഗം. ആ ഒരു കോഡ് ഓർത്തിരുന്നത് കേട്ടോ. DYSPക്ക് ജലദോഷം ഇതുപോലുള്ള കോഡുകളൊക്കെ മച്ചമ്പിക്ക് പനി എന്നൊക്കെ പറഞ്ഞ് പഠിച്ചതാണ്. ആ ഒരു കണ്ടൻറ്റും ആ ഒരു കോൺസെപ്റ്റും ആ ഒരു കോഡും നിങ്ങൾ ഓർത്തിരുന്ന് വേണം പഠിക്കാൻ കേട്ടോ. ഓക്കെ, അടുത്തത് ഖരാവസ്ഥയിലുള്ള ചില വസ്തുക്കൾ. കുറച്ച് മുമ്പ് ഞാൻ പറഞ്ഞ നോക്കിയേ, ചൂടാക്കുമ്പോൾ ദ്രാവകാവസ്ഥയിലേക്ക് പോകാതെ നേരിട്ട് വാതകാവസ്ഥയിലേക്ക് മാറുന്ന പേരിൽ എന്തറിയപ്പെടുന്നു? അല്ലെങ്കിൽ ഉത്പതനം എന്ന് പറഞ്ഞ പേരിൽ അറിയപ്പെടുന്നു, അല്ലെങ്കിൽ സബ്ലിമേഷൻ എന്ന് പറഞ്ഞ പേരിൽ അറിയപ്പെടുന്നു. ശരിയാണ് കേട്ടോ. അതായത് ഖരാവസ്ഥയിലേക്ക് ചില ദ്രാവക വസ്തുക്കൾ നമ്മൾ ചൂടാക്കുമ്പോൾ അത് എന്ത് ചെയ്യും? ദ്രാവകത്തിൻ്റെ അവസ്ഥയിൽ ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് പോവാതെ എങ്ങോട്ട് പോകും? നമ്മുടെ നേരിട്ട് ഗേഷ്യസ് സ്റ്റേറ്റ് അല്ലെങ്കിൽ നേരിട്ട് വാതകത്തിലേക്ക് പോകുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് ഉത്പതനം അഥവാ സബ്ലിമേഷൻ എന്ന് പറഞ്ഞാൽ. എക്സാമ്പിൾ എന്താണ്? എക്സാമ്പിൾ അറിയാവോ? എക്സാമ്പിൾ നമ്മുടെ പാറ്റ ഗുളിക അല്ലെങ്കിൽ നാഫ്തലിൻ ബോട്ട്സുകളോ. അത് എന്താണ്? നമ്മൾ കത്തിക്കുമ്പോഴേ ആ ഖരാവസ്ഥയിലുള്ള കാര്യത്തെ നമ്മൾ എങ്ങോട്ട് കൊണ്ടുപോകും? നേരിട്ട് വാതകാവസ്ഥയിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. ഇനി എന്താണ് ദ്രവീകരണം? ദ്രവീകരണം എന്താ? ദ്രവീകരണം അല്ലെങ്കിൽ ലിക്വിഫിക്കേഷൻ എന്ന് വെച്ചാൽ ലിക്വിഡായിട്ട് മാറുക കേട്ടോ. ലിക്വിഡായിട്ട് മാറുന്നതിന് പറഞ്ഞ പേരാണ് ദ്രവീകരണം. ബാഷ്പീകരണമോ? എന്താണ് ബാഷ്പീകരണം? നമ്മുടെ ദ്രാവകങ്ങളെ വാതകമാക്കുന്ന പ്രക്രിയ. അല്ലെങ്കിൽ വെള്ളത്തെ നമ്മൾ തിളപ്പിക്കുകയാണെങ്കിൽ അവിടെ എന്തുണ്ടായി? ഇവാപ്പറേഷൻ ഉണ്ടായി, ദ്രാവകത്തെ വാതകമാക്കി. ഇനി ഘനീഭവിക്കൽ എന്താണ്? നമ്മുടെ വാതകത്തെ തിരിച്ച്
ഖരമാക്കുക, അല്ലെങ്കിൽ വാതകത്തെ നമ്മൾ തണുപ്പിക്കുക, അല്ലെങ്കിൽ ഈ പോയ വാതകത്തെ നമ്മൾ തണുപ്പിക്കുകയാണെങ്കിൽ അവിടെ നമ്മൾ സോളിഡിഫിക്കേഷൻ നടന്നു, അല്ലെങ്കിൽ ഘനീഭവിക്കൽ നടന്നു എന്നാണ് പറയാം. ഇപ്പോൾ വാതകത്തെ നമ്മൾ പിടിച്ച് ഐസ് ആക്കുവാണെങ്കിൽ അതെന്തായി ഘനീഭവിക്കൽ. ഇപ്പോൾ ഓരോന്ന് ഇമ്പോർട്ടൻ്റ് ആണ്. ഉത്പാദനമാണ് മിക്കപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ നാഫ്തലിൻ ബോൾസിന് അല്ലെങ്കിൽ പറ്റാക്കുളിയുടെ കാര്യമാണ് മിക്കപ്പോഴും ചോദിച്ചിരിക്കുന്നത്. നോക്കിയിട്ട് വേണം പോകാൻ. അതായത് ഖരാവസ്ഥയിലുള്ള ഒരു വസ്തുവിനെ നേരിട്ട് വാതകാവസ്ഥയിലേക്ക് കടത്തിവിടുന്ന പ്രക്രിയയ്ക്ക് പറഞ്ഞ പേരാണ് ഉത്പാദനം അഥവാ സബ്ലിമേഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് കേട്ടോ. ബാക്കിയുള്ള കാര്യങ്ങൾ ദ്രവീകരണം ലിക്വിഡായിട്ട് മാറുന്നത്, ബാഷ്പീകരണം ബാഷ്പമായിട്ട് മാറുന്ന പ്രക്രിയ, ഘനീഭരണം എന്ന് വെച്ചാൽ സോളായിട്ട് മാറുന്ന പ്രക്രിയ. ബാക്കിയെല്ലാം നമ്മൾ ഈ പറഞ്ഞ ഐസ് കട്ടയും വെള്ളവും നീരാവി എടുത്താൽ മതി, ബാക്കിയെല്ലാം അതിന് കിട്ടും. പക്ഷേ ഈ പറഞ്ഞ ഉത്പാദനം നമുക്ക് അതിന് കിട്ടത്തില്ല. അതെപ്പോഴും എവിടെയുള്ളൂ, നമ്മുടെ ഈ പറഞ്ഞ എന്തിൽ മാത്രമേ ഉള്ളൂ, നമ്മുടെ പറ്റാകുളി അല്ലെങ്കിൽ നാഫ്തലിൻ ബോൾസിൽ മാത്രമേ നടക്കത്തുള്ളൂ എന്ന് ഓർത്തിരിക്കുക കേട്ടോ. അടുത്തത് താഴെ പറയുന്നവയിൽ ലോകാരോഗ്യ സംഘടന നിർദ്ദേശിച്ച ജീവിത നൈപുണ്യങ്ങൾ പെടാത്തത്. വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, മിക്ക ക്വസ്റ്റ്യൻ പേപ്പർ ഉള്ളതുമാണ്. അല്ലെങ്കിൽ നമ്മുടെ ഹൂ നിർദ്ദേശിച്ച, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ നിർദ്ദേശിച്ച എന്താണ് നമ്മുടെ ജീവിത നൈപുണികൾ അല്ലെങ്കിൽ ലൈഫ് സ്കിൽസിൽ പെടാത്തത് ഏതൊക്കെയാണ്? ആശയധാരണയാണോ, സ്വയം അറിയലാണോ, വികാരങ്ങളുമായി പൊരുത്തപ്പെടലാണോ, ക്രിയാത്മക ചിന്തയാണോ? ഏതാണെന്നറിയാവോ? നമ്മൾ ഒരുപാട് വട്ടം പറഞ്ഞിട്ടുള്ളത്, അതായത് നമ്മുടെ ഹൂ നിർദ്ദേശിച്ച ചില ലൈഫ് സ്കിൽസ് ഉണ്ട്. അതായത് ഒരു മനുഷ്യൻ ജീവിതത്തിൽ നേടേണ്ട കാര്യങ്ങൾ 10 എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഹൂ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഈ ഹൂ നിർദ്ദേശിച്ചത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ എന്ന് പറയും. അവരുടെ കീഴിൽ ഒരു 10 ജീവിത നൈപുണികൾ അല്ലെങ്കിൽ 10 എന്താണ് ശേഷികൾ മനുഷ്യൻ കൈവരിക്കേണ്ടതായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ആധുനിക സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങളും സാങ്കേതിക മേഖലയിലെ പുരോഗതിയും മനുഷ്യൻ്റെ ജീവിത രീതികളും ശൈലികളും ഒട്ടേറെ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ജീവിതശൈലിയിലെ മാറ്റവും ആധുനികവൽക്കരണവും ഏറെ ബാധിക്കുന്നത് കുട്ടികളെയും പ്രായമായവരെയുമാണ്. ശാരീരിക മാനസിക തലങ്ങളിൽ ദ്രുതഗതിയിലുള്ള വളർച്ചയും വികാസം നടക്കുന്ന ബാല്യകൗമാര ഘട്ടങ്ങളിലാണ്. ഹൂ നിർദ്ദേശിക്കുന്ന 10 ജീവിത നൈപുണ്യങ്ങൾ അഥവാ ലൈഫ് സ്കിൽസ് ആർജിക്കുന്നത് കുട്ടികൾക്ക് ശരിയായ രീതിയിൽ ജീവിക്കുന്നതിനും ജീവിത പ്രശ്നങ്ങളെ നേരിടുന്നതിനും സഹായകരമാകും. ജീവിതത്തിൽ പുതുമയുള്ളതും പ്രയാസമേറിയതുമായ സാഹചര്യങ്ങളെ തരണം ചെയ്യാൻ ഒരു വ്യക്തി ആർജിച്ചിരിക്കേണ്ട കഴിവുകളാണ് ജീവിത നൈപുണ്യങ്ങൾ. അതായത് നമുക്ക് എല്ലാവർക്കും കൊച്ചുങ്ങൾ തൊട്ട് അല്ലെങ്കിൽ കൊച്ചു പ്രായത്തിലുള്ളവർ തൊട്ട് മുതിർന്ന പ്രായത്തിലുള്ളവർക്ക് വേണ്ട ചില ജീവിത നൈപുണ്യങ്ങൾ അല്ലെങ്കിൽ ചില ലൈഫ് സ്കിൽസാണ് ഹൂ നിർദ്ദേശിക്കുന്നത്. അത് 10 കാര്യങ്ങളിലൂടെയാണ് പോകണമെന്നാണ് നമ്മുടെ ഹൂ പറയുന്നത്. ഒന്നാമത്തെ സ്വയം അറിയുക, സെൽഫ് അവയർനെസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആരാണെന്നും നമ്മുടെ കഴിവെന്താണ്, നമ്മളെക്കൊണ്ട് എന്തൊക്കെ പറ്റുമെന്നും നമ്മളെയൊക്കെ എന്തൊക്കെ പറ്റില്ലെന്നുമുള്ള സ്വയമേയുള്ള അറിവിന് പറയുന്ന പേരാണ് സെൽഫ് അവയർനെസ് എന്ന് പറയുന്നത്. ഉണ്ടോ, അവനവൻ്റെ കഴിവുകളും തിരിച്ചറിയുവാനും കഴിവുകൾ പരമാവധി വികസിപ്പിക്കാനുമുള്ള ശേഷിക്ക് പറയുന്ന പേരാണ് സ്വയം അറിയുക അല്ലെങ്കിൽ സെൽഫ് അവയർനെസ് എന്ന് പറയുന്നത്. രണ്ടാമത്തേത് ക്രിയാത്മക ചിന്ത, ക്രിയേറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. ഉണ്ടോ, തീർത്തും പുതുമയാർന്ന അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ വ്യത്യസ്തമായി ചിന്തിക്കാനുള്ള കഴിവിന് പറയുന്ന പേരാണ് ക്രിയേറ്റീവ് തിങ്കിങ് എന്ന് പറയുന്നത്. അടുത്ത വിമർശനാത്മക ചിന്ത, ക്രിട്ടിക്കൽ തിങ്കിങ്, തെളിവുകളുടെയും കാര്യകാരണ ബന്ധത്തിൻ്റെയും അടിസ്ഥാനത്തിൽ വസ്തുനിഷ്ഠമായി വിലയിരുത്തുവാനുള്ള കഴിവാണ്. അടുത്തത് തീരുമാനമെടുക്കൽ അഥവാ ഡിസിഷൻ മേക്കിംഗ്, ജീവിതത്തിൽ ചുരുങ്ങിയ സമയം കൊണ്ട് ഏറ്റവും ഉചിതമായ തീരുമാനമെടുക്കുവാനും ഉത്തരവാദിത്ത ബോധത്തോടെ അത് നടപ്പിലാക്കാനുള്ള കഴിവിന് പറയുന്ന പേരാണ് തീരുമാനമെടുക്കൽ അഥവാ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത്. അഞ്ചാമത്തേത് പ്രശ്ന പരിഹരണ ശേഷി അഥവാ പ്രോബ്ലം സോൾവിങ് സ്കില്ല്, ജീവിതത്തിലുണ്ടാകുന്ന സങ്കീർണമായ പ്രശ്നങ്ങൾ ലഘൂകരിച്ച് എന്തു ചെയ്യും, അതിനെ അപഗ്രഥിച്ച് വേണ്ട പരിഹാരങ്ങൾ നമ്മൾ കണ്ടെത്തുന്ന കഴിവിന് പറയുന്ന പേരാണ് പ്രശ്ന പരിഹരണ ശേഷി എന്ന് പറയുന്നത്. ആറാമത്തേത് ആശയവിനിമയ ശേഷി അഥവാ കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, ഒരു വ്യക്തിക്ക് സ്വന്തം ആശയങ്ങൾ വ്യക്തമായി പ്രകടിപ്പിക്കാനും മറ്റുള്ളവർ പറയുന്നത് ശ്രദ്ധിക്കാനുള്ള കഴിവിന് പറയുന്ന പേരാണ് ആശയവിനിമയ ശേഷി. അടുത്താണ് വ്യക്തിയാന്തര ബന്ധം, ജീവിതത്തിൽ ഓരോ ഘട്ടത്തിലും പരിചയപ്പെടുന്ന വ്യക്തിയോട് ഉചിതമായ രീതിയിലുള്ള ബന്ധം സ്ഥാപിക്കാനും അത് നിലനിർത്തുവാനുമുള്ള കഴിവിന് പറയുന്ന പേരാണ് വ്യക്തിയാന്തര ബന്ധം. അതായത് നമ്മുടെ വ്യക്തികൾ തമ്മിലുള്ള ബന്ധം നമ്മൾ കാത്തു സൂക്ഷിക്കുക. അടുത്തത് അനുതാപം, മറ്റൊരു വ്യക്തി അനുഭവിക്കുന്ന വികാരങ്ങളും അതേ തീവ്രതയിലൂടെ ഉൾക്കൊണ്ട് അതിനനുസരിച്ച് പെരുമാറാനുള്ള കഴിവിനെ പറയുന്ന പേരാണ് അനുതാപം അഥവാ എൻപതി എന്ന് പറയുന്നത്. അടുത്തത് വികാരങ്ങളുമായുള്ള പൊരുത്തപ്പെടൽ, എന്താണ്, മനുഷ്യ സഹജമായ കോപം, സന്തോഷം, നിരാശ, സ്നേഹം, ഉത്കണ്ഠ തുടങ്ങിയ വികാരങ്ങൾ തിരിച്ചറിയുവാനും അവ നിയന്ത്രിച്ച് ജീവിതത്തിന് ഉപകരിക്കും വിധം പ്രയോജനപ്പെടുത്തുവാനുള്ള കഴിവിനെ പറയുന്ന പേരാണ് നമ്മുടെ വികാരങ്ങളുമായി പൊരുത്തപ്പെടുക എന്ന് പറയുന്നത്.
അടുത്തത് മാനസിക സമ്മർദ്ദവുമായിട്ട് പൊരുത്തപ്പെടൽ. ജീവിതത്തിൽ സമ്മർദ്ദമുണ്ടാകുന്ന സാഹചര്യങ്ങളിൽ അവയെ ഫലപ്രദമായി നേരിടാനും സമ്മർദ്ദം ജീവിതത്തെ ബാധിക്കാത്ത വിധം നിയന്ത്രിച്ച് കൊണ്ടുപോകാനുള്ള കഴിവിനെ പറയുന്ന പേരാണ് മാനസിക സന്ദർഭങ്ങളോട് പൊരുത്തപ്പെടൽ. അപ്പോൾ ചോദിച്ചു കൊണ്ടിരുന്നായിരുന്നു ഈ 10 5-6 തന്നിട്ടുണ്ട്. അതിൽ പെടാത്തത് ഏത്, അല്ലെങ്കിൽ കണ്ടോ താഴെ പറയുന്നവയിൽ ലോക ആരോഗ്യ സംഘടന നിർദ്ദേശിച്ച ജീവനൈപുണ്യത്തിൽ പെടാത്തത് ഏത്? ആശയധാരണയാണോ, സ്വയം അറിയലാണോ, വികാരങ്ങളുമായി പൊരുത്തപ്പെടലാണോ, അതോ ക്രിയാത്മക ചിന്തയാണോ? ഏതാണ്? ബി ആണോ? ഒന്നുകൂടി ഒന്ന് നോക്കിയേ. സ്വയം അറിയുക, അതല്ല ആദ്യത്തെ പോയിന്റ്. കണ്ടോ സ്വയം അറിയുക നോക്കിയേ, സെൽഫ് അവെയർനെസ്. കണ്ടോ സ്വയം അറിയുക ഉള്ളതാണ്. അടുത്ത നോക്കിയേ, വികാരങ്ങളുമായി പൊരുത്തപ്പെടുക അല്ലേ, കോപ്പിങ് വിത്ത് ഇമോഷൻസ്. കണ്ടോ വികാരങ്ങളുമായി പൊരുത്തപ്പെടുക 9ാമത്തെ പോയിന്റാണ്. അടുത്തത് നോക്കിയേ, ക്രിയാത്മക ചിന്ത, ക്രിയേറ്റീവ് തിങ്കിങ്, ഡൈവേർജൻ തിങ്കിങ് ഒക്കെ ഉള്ളതിലുണ്ടോ വിമർശനാത്മക ചിന്തയും ക്രിയാത്മക ചിന്തയുള്ളതാണ്. പക്ഷെ ആര് മാത്രമില്ല? ആശയധാരണ, കോൺസെപ്റ്റ് മനസ്സിലാക്കണമെന്ന് ഒരിക്കലും ഹൂ പറയുന്നില്ല കേട്ടോ. ആശയധാരണ നമ്മുടെ ഹൂ പറയാത്തവരാണ് കേട്ടോ. എന്താണ്? ആശയധാരണ ഇല്ല കേട്ടോ, ഓർത്തിരിക്കണം. 10 കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്, പല ക്വസ്റ്റ്യൻ പേപ്പർ ഉള്ളതാണ്. 1 സ്വയം അറിയുക, 2 ക്രിയാത്മക ചിന്ത, 3 വിമർശനാത്മക ചിന്ത, 4 തീരുമാനമെടുക്കൽ, 5 പ്രശ്ന പരിഗണന ശേഷി, 6 ആശയവിനിമയ ശേഷി, 7 വ്യക്തിയാന്തര ബന്ധം, 8 അനുതാപം, 9 വികാരങ്ങളുമായി പൊരുത്തപ്പെടൽ, 10 മാനസിക സന്ദർഭങ്ങളുമായുള്ള അല്ലെങ്കിൽ സമ്മർദ്ദങ്ങളുമായിട്ടുള്ള പൊരുത്തപ്പെടൽ. ഇങ്ങനെ 10 കാര്യങ്ങളാണ് ഹൂ ഒരു മനുഷ്യൻ്റെ ജീവിത വിജയത്തിന് വേണ്ടതായിട്ട് കണക്കാക്കുന്നത്. പഠിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ ഇല്ലാത്തത് ആശയധാരണയാണ് കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. കടൽ ജലം ശുദ്ധീകരിച്ച് കുടിവെള്ളമാക്കുന്ന പ്ലാന്റുകൾ പ്രയോജനപ്പെടുത്തുന്ന പ്രക്രിയ ഏതാണ്? നമ്മുടെ ദുബായിലൊക്കെ വെള്ളമില്ലല്ലോ, മരുഭൂമിയല്ലേ. അപ്പം അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ നമ്മുടെ റിവേഴ്സ് ഓസ്മോസിസ് എന്ന് പറഞ്ഞ പ്രോസസ്സ് വഴിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കടലിലെ വെള്ളം ശുദ്ധീകരിച്ച് കുടിവെള്ളമാക്കുക, അല്ലെങ്കിൽ കുടിവെള്ളമായി നമ്മൾ മാറ്റുന്ന പ്രക്രിയ ഉള്ളത് കേട്ടോ. എന്താണ്? കടലിലെ വെള്ളം ശുദ്ധീകരിച്ച് കുടിവെള്ളമാക്കുന്ന പ്ലാന്റുകൾ പ്രയോജനപ്പെടുത്തുന്ന പ്രക്രിയ, അല്ലെങ്കിൽ അതിലുള്ള പ്രവർത്തനമാണ് റിവേഴ്സ് ഓസ്മോസിസ് എന്ന് പറയുന്നത് കേട്ടോ. റിവേഴ്സ് ഓസ്മോസിസ് എന്ന് പറയുന്നത്, ഓസ്മോസിസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഓസ്മോസിസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഇപ്പം നമ്മുടെ എല്ലാവരും സംശയം ഇല്ല, എന്താണ്? തേങ്ങയിലാരാ വെള്ളം നിറയ്ക്കുന്നത്? നിങ്ങൾക്ക് തോന്നിട്ടില്ല സംശയം? അതിനൊറ്റ ഉത്തരവേ ഉള്ളൂ, ഓസ്മോസിസ് വഴി. അതായത് വേരുകൾ ജലം വലിച്ചെടുത്ത് തണ്ടുകളിലൂടെ, നമ്മുടെ തെങ്ങിൻ്റെ തടിയിലൂടെ കയറി ഓലയിലൂടെയൊക്കെ കടന്ന് ഈ പറഞ്ഞ നമ്മുടെ കോഞ്ഞാട്ടയിലൂടെയൊക്കെ കയറി നമ്മുടെ തെങ്ങിൻ്റെ അല്ലെങ്കിൽ തേങ്ങയ്ക്കുള്ളിലേക്ക് വരുന്ന ഒരു പ്രോസസ്സ് ഉണ്ട്. അതിന് നമ്മൾ സിമ്പിളായിട്ട് പറയുന്ന പേരാണ് ഓസ്മോസിസ്. അതായത് ജലത്തെ നമ്മൾ താഴെ നിന്ന് മുകളിലേക്ക് കൊണ്ടുപോകുന്ന പ്രക്രിയ. അത് സ്വയമേ നമ്മുടെ ചെടികൾ വലിച്ചെടുക്കുന്ന പ്രക്രിയ കേട്ടോ, ഓസ്മോസിസ് എന്ന് പറയുന്നത്. ആ ഒരു പ്രോസസ്സ് പറയുന്ന പേരാണ് ഓസ്മോസിസ് എന്ന് പറയുന്നത്. ഇവിടെ നടത്തുന്നതാണ് അതിൻ്റെ റിവേഴ്സ് തിങ്. അതായത് ആ കയറിയ കാര്യത്തെ നമ്മൾ തിരിച്ചിറക്കുക എന്ന് വേണമെങ്കിൽ പറയില്ല. നമ്മൾ റിവേഴ്സ് എന്ന് പറഞ്ഞാൽ പുറകോട്ട് വരിക എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മൾ കണ്ടോ കടൽ ജലത്തെ ശുദ്ധീകരിക്കുക. അത് ഉപ്പുവെള്ളമാണത്. അതിനെ ശുദ്ധീകരിച്ച് കുടിവെള്ളമാക്കുന്ന പ്രക്രിയയ്ക്ക് പറഞ്ഞ പേരാണ് റിവേഴ്സ് ഓസ്മോസിസ് എന്ന് പറയുന്നത് കേട്ടോ. മറന്നുപോയല്ലോ, റിവേഴ്സ് ഓസ്മോസിസ് വെച്ചാൽ നമ്മുടെ കടൽ വെള്ളത്തെ നമ്മൾ ശുദ്ധീകരിച്ചുകൊണ്ട് കുടിവെള്ളമാക്കുന്ന പ്ലാന്റുകളിലുള്ള സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യം എന്താണ്? നമ്മുടെ റിവേഴ്സ് ഓസ്മോസിസ് ആണ്. അടുത്തത് ചോദിക്കാൻ സാധ്യതയുള്ളതും വളരെ അപ്ഡേറ്റഡ് ആയിട്ടുള്ളൊരു ചോദ്യമുണ്ടോ? ചന്ദ്രയാൻ 3 വിക്ഷേപണത്തിന് ഉപയോഗിച്ച റോക്കറ്റ് ഏതാണ്? ഉപയോഗിച്ച റോക്കറ്റ്? PSLV ആണോ, SLV-3 ആണോ, SSLV ആണോ, LMV-3 ആണോ? ചന്ദ്രയാൻ 3 വിക്ഷേപണത്തിന് ഉപയോഗിച്ച റോക്കറ്റ് നമുക്കറിയാം LMV-3 അല്ലേ. നമ്മുടെ MLV-3 ഓപ്ഷൻ ഡി ആണ് ചന്ദ്രയാൻ 3 വിക്ഷേപണത്തിന് ഉപയോഗിച്ച റോക്കറ്റ് കേട്ടോ. വിക്ഷേപണം വിജയപ്രദമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിൽ നിന്നുള്ള ചോദ്യം ഉറപ്പായിട്ട് ചോദിക്കാം, അപ്ഡേറ്റഡ് ആയിട്ട് ചോദിക്കാൻ പറ്റുന്ന ഒരെണ്ണമാണ്. പഠിച്ചിട്ട് വേണം പോകാം കേട്ടോ. ഓൾറെഡി നമ്മൾ ചന്ദ്രയാൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പഠിക്കാത്തവരുണ്ടെങ്കിൽ അതും പഠിക്കണം കേട്ടോ. ചന്ദ്രയാൻ 3 അപ്ഡേറ്റ് ആയിട്ടുള്ള GK പാർട്ടിൽ നിന്ന് ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടുവരുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കണം കേട്ടോ. ഓക്കെ, ഇനി താഴെ പറയുന്നവയിൽ കാലാവസ്ഥാ മാറ്റം കുറയ്ക്കുവാനുള്ള മാർഗ്ഗങ്ങൾ ഏതാണ്? ഓക്കെ, താഴെ പറയുന്നതിൽ കാലാവസ്ഥാ മാറ്റം കുറയ്ക്കുവാനായിട്ടുള്ള മാർഗ്ഗങ്ങൾ. ഒന്നാമത്തെ പോയിന്റ് നോക്കിയേ, വനനശീകരണം കുറയ്ക്കുക, ഫോസിൽ ഇന്ധനങ്ങളുടെ ഉപയോഗം കുറയ്ക്കുക. ശരിയല്ലേ പറഞ്ഞത്? വനനശീകരണം വെച്ചാൽ നമ്മുടെ ഡീഫോറസ്റ്റേഷൻ, വനങ്ങൾ നമ്മൾ വെട്ടി നശിപ്പിക്കുന്നത് കുറയ്ക്കണം. രണ്ടാമത്തേത് ഫോസിൽ ഇന്ധനങ്ങൾ, അതായത് നമ്മൾ പെട്രോൾ, ഡീസൽ, മണ്ണെണ്ണ, കറോസിൻ ഇതുപോലെയുള്ള ഫോസിൽ ഇന്ധനങ്ങളുടെയൊക്കെ ഉപയോഗം കുറയ്ക്കുക. ശരിയാണ് പറഞ്ഞത്. അപ്പോൾ എന്ത് ചെയ്യാൻ സാധിക്കും? നമുക്ക് കാലാവസ്ഥാ മാറ്റങ്ങൾ നമുക്ക് നിയന്ത്രിക്കാൻ, അല്ലെങ്കിൽ കാലാവസ്ഥാ മാറ്റങ്ങൾ നമുക്ക് നമ്മുടെ പരിധിയിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് ശരിയാണ്. രണ്ടാമത്തേത് വനവൽക്കരണം കൂട്ടുക,
ഫോസിൽ ഇന്ധനങ്ങളുടെ ഉപയോഗം കുറയ്ക്കുക. എന്താണ് ഈ വനവൽക്കരണം എന്ന് പറഞ്ഞാൽ? അഫോറസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കൂടുതൽ ചെടികളൊക്കെ വെച്ച് പിടിപ്പിക്കണം എന്നാണ് വനവൽക്കരണം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വനനശീകരണം എന്ന് വെച്ചാൽ വനത്തെ നമ്മൾ നശിപ്പിക്കുക. വനവൽക്കരണം എന്ന് പറഞ്ഞാൽ വനത്തെ നമ്മൾ തിരികെ ഉണ്ടാക്കുക, നഷ്ടപ്പെട്ടു പോയ വനത്തെ നമ്മൾ തിരികെ ഉണ്ടാക്കുക, ചെടികളൊക്കെ കുഴിച്ചു വെക്കുക, വനം പോലെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന പറയുന്ന പേരാണ് അഫോറസ്റ്റേഷൻ അഥവാ വനവൽക്കരണം എന്ന് പറയുന്നത്. അപ്പോൾ അത് കൂട്ടണം, ഫോസിൽ ഇന്ധനങ്ങളുടെ ഉപയോഗം കുറയ്ക്കണം. ശരിയാണ് ആ പോയിന്റും അല്ലേ? ഇപ്പോൾ 2 എണ്ണം ശരിയായി. ഇനിയും വനനശീകരണം കുറയ്ക്കുക, ജനസംഖ്യ വളർച്ച കുറയ്ക്കുക. അതായത് നമ്മുടെ ഡീഫോറസ്റ്റേഷൻ, മരങ്ങൾ വെട്ടി നശിപ്പിക്കുന്നതൊക്കെ നമ്മൾ കുറയ്ക്കണം, ജനസംഖ്യയുടെ വളർച്ച കുറയ്ക്കുക. ശരിയല്ലേ പറഞ്ഞത്? ജനസംഖ്യ കുറഞ്ഞെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ പോപ്പുലേഷൻ കുറഞ്ഞിരുന്നെങ്കിൽ മാത്രമേ നമ്മുടെ റിസോഴ്സസ് അല്ലെങ്കിൽ വിഭവങ്ങളുടെ ഉപയോഗം നമുക്ക് കുറയ്ക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. മനുഷ്യർ ഒരുപാട് പെരുകുവാണെങ്കിൽ താമസിക്കാനുള്ള ഇടം, ഭക്ഷണം, അതുപോലെ തന്നെ അതുപോലെ തന്നെ വെള്ളം, ഇതിനൊക്കെ എന്ത് വരും? ഷോർട്ടേജ് വരും. അതുകൊണ്ട് തന്നെ ജനസംഖ്യ വളർച്ച കുറയ്ക്കുക എന്നുള്ളതും കാലാവസ്ഥ മാറ്റം കുറയ്ക്കാനായിട്ടുള്ള മാർഗ്ഗങ്ങളാണ്. അതുപോലെ തന്നെ മനുഷ്യൻ പെരുകിയ നമുക്കറിയില്ലേ, പൊല്യൂഷൻ കൂടും. മനുഷ്യൻ ഈ കണ്ട വസ്തുക്കളെല്ലാം ഭൂമിയിലേക്ക് വലിച്ചെറിഞ്ഞ് അവിടെ എന്താ പറയുക, ഈ കണ്ട എല്ലാ പൊല്യൂഷനിൽ നിന്ന് കൂടാനുള്ള സാഹചര്യം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ജനസംഖ്യ വളർച്ച കുറയ്ക്കുന്നത് കാലാവസ്ഥ മാറ്റം കുറയ്ക്കാനുള്ള മാർഗ്ഗമാണ്. അപ്പോൾ 3 പോയിന്റ് ശരിയായി. അടുത്ത് നോക്കിയേ, വനവൽക്കരണം കൂട്ടുക, അതായത് ചെടികളെല്ലാം എന്താണ് വെട്ടി നശിപ്പിക്കുക, ഊർജ്ജ ഉപയോഗം കൂട്ടുക, അതായത് ഈ പറഞ്ഞ ഫോസിൽ ഇന്ധനങ്ങളുടെ പെട്രോളിൻ്റെ ഉപയോഗം, ഡീസലിൻ്റെ ഉപയോഗം, അതുപോലെ തന്നെ കറണ്ടിൻ്റെ ഉപയോഗം, മണ്ണെണ്ണയുടെ ഉപയോഗമൊക്കെ കൂട്ടുക. ആ പറഞ്ഞ പോയിന്റ് ശരിയാണോ? എനർജി നമ്മൾ കൂട്ടിയാൽ, അല്ലെങ്കിൽ ഇൻക്രീസിങ് എനർജി കൂട്ടിയാൽ നമുക്ക് പിന്നെ വരും തലമുറയ്ക്ക് ജീവിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഏത് പോയിൻ്റാണ് തെറ്റ്? 4ാമത്തെ പോയിന്റ് തെറ്റാണ്. അപ്പോൾ നോക്കിയേ, ഏതൊക്കെ പോയിൻ്റാണ് ശരിയുള്ളത്? 1, 2, 3. എന്ത് ഓപ്ഷനിൽ എന്ത് 1, 2, 3 എന്ത് ചെയ്യും? ഓപ്ഷൻ ഡിയിലുണ്ട് കേട്ടോ. 1, 2, 3 ഇവിടെയുള്ള കറക്റ്റ് ആൻസർ. എന്നിട്ട് ഓരോന്നും വായിച്ചു നോക്കുക, ഓപ്ഷനിലേക്ക് പോവുക, കൂടുതലൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല അവിടെ. അടുത്തത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ, അധ്യാപകർക്ക് പാഠ ആസൂത്രണത്തിനും കുട്ടികൾക്ക് യൂണിറ്റ് അവസാനം നേടിയ ആശയങ്ങൾ സ്വയം വിലയിരുത്തുവാനും സഹായിക്കുന്ന ഒരു പഠനതന്ത്രം നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞ അല്ലേ? അതായത് നമുക്കറിയാം, അധ്യാപകർക്ക് ആ പാഠത്തിലുള്ള ആസൂത്രണം നടത്താനും അല്ലെങ്കിൽ ഒരു ലെസൺ പ്ലാൻ നടത്തുവാനും കുട്ടികൾക്ക് പഠിപ്പിച്ച യൂണിറ്റിൻ്റെ അവസാനം നേടിയ ആശയങ്ങൾ സ്വയം വിലയിരുത്തുവാനും സഹായിക്കുന്ന ഒരു പഠനതന്ത്രം പ്രൊജക്റ്റാണോ, ക്രിയാഗവേഷണമാണോ, ആശയപടമാണോ, ബ്രെയിൻ സ്റ്റോമിംഗ് ആണോ? ഓപ്ഷൻ സി, ആശയപടം, അല്ലെങ്കിൽ നമ്മൾ കോൺസെപ്റ്റ് മാപ്പ് എന്ന് പറയത്തില്ലേ, ആ സാധനം തന്നെ. അതായത് നമ്മളൊരു ആശയത്തെ നമ്മൾ കണക്ട് ചെയ്തുകൊണ്ട് നമ്മൾ പഠിപ്പിക്കുക, അല്ലെങ്കിൽ ഒരു ആശയം നമ്മൾ പഠിപ്പിച്ചാൽ ആ ഒരു ചാപ്റ്ററുള്ള ആശയങ്ങളെല്ലാം നമ്മൾ വെച്ചുകൊണ്ട് അത് നമ്മൾ ഇൻ്റർലിങ്ക് ചെയ്ത് പഠിപ്പിക്കുന്ന രീതിക്ക് പറയുന്ന പേരാണ് ആശയ ഭൂപടം അല്ലെങ്കിൽ ആശയപടം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കോൺസെപ്റ്റ് മാപ്പ് എന്ന് പറയുന്നത്. അതിൽ നമ്മൾ ആ ഒരു യൂണിറ്റിലുള്ള ആശയങ്ങളെ മൊത്തത്തിൽ നമ്മൾ കണക്ട് ചെയ്തുകൊണ്ട് നമ്മൾ പോകുന്ന രീതിക്ക് പറയുന്ന പേരാണ് ആശയപടം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം എന്താണ്, അധ്യാപകർക്ക് ഒരു പാഠാസൂത്രണത്തിനും കുട്ടികൾക്ക് ആ യൂണിറ്റിൽ എന്തൊക്കെ ആശയങ്ങൾ നേടി എന്ന് സ്വയം വിലയിരുത്തുവാനും സഹായിക്കുന്ന ഒരു രീതിയാണ് ആശയപടം അഥവാ കോൺസെപ്റ്റ് മാപ്പ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. ഇനി പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാലോ, നമുക്കറിയാം എന്താണ്, ഒരു ഗവേഷണ മനോഭാവത്തിലൂടെ നമ്മൾ ചെയ്യുന്നതല്ലേ അല്ലേ? അതായത് ഒരുപാട് നാളുകൾ നീണ്ടു നിൽക്കുന്ന ഒരു പ്രോസസ്സാണ് പ്രൊജക്റ്റ് എന്ന് പറയുന്നത്. ക്രിയാഗവേഷണം നമുക്കറിയാം എന്താണ്, നമ്മുടെ സ്റ്റീഫൻ എം കോറി കണ്ടെത്തിയ ഒരു രീതിയാണ് ക്രിയാഗവേഷണം. ഒരു കോമൺ ആയിട്ടുള്ളൊരു പ്രശ്നത്തെ അധ്യാപകൻ ക്ലാസ്സിൽ നേരിടുന്നുണ്ട് എങ്കിൽ അതിന് അടിസ്ഥാനമായിട്ടുള്ള കാരണങ്ങളെ കണ്ടെത്തി അപകരിച്ച് വിലയിരുത്തി പ്രശ്നപരിഗണനത്തിലേക്ക് പോകുന്ന രീതിക്ക് പറയുന്ന പേരാണ് ക്രിയാഗവേഷണം അഥവാ ആക്ഷൻ റിസർച്ച് എന്ന് പറഞ്ഞാൽ. അത് മിക്കപ്പോഴും ചോദ്യപേപ്പറാണ്. ഇപ്പോൾ നമ്മുടെ ക്ലാസ് റൂമിൽ പൊതുവായൊരു പ്രശ്നം നേരിടുന്ന അധ്യാപകൻ താഴെ പറയുന്നവയിൽ ഏത് രീതിയാണ് അവലംബിക്കേണ്ടത്? അപ്പോൾ പൊതുവായിട്ടുള്ളൊരു പ്രശ്നമാണെങ്കിൽ അവിടെ ക്രിയാഗവേഷണമാണ് ഏറ്റവും അനുയോജ്യം. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ പറയാണ് ക്ലാസ്സിലെ കുട്ടികൾക്ക് മലയാളം മാത്രം വായിക്കുവാൻ അറിയുന്നില്ല, ഉണ്ടോ, പൊതുവായിട്ടുള്ള പ്രശ്നമാണ്. അതുപോലെ ക്ലാസ്സിലെ കുട്ടികൾക്ക് സയൻസ് ലാബിൽ കയറിയാൽ ഉപകരണങ്ങൾ കൈകാര്യം ചെയ്യാൻ അറിയുന്നില്ല, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ വായിക്കാൻ അറിയുന്നില്ല, എഴുതാൻ പറയുന്നില്ല, ഇതൊക്കെ കോമൺ ആയിട്ടുള്ള പ്രശ്നങ്ങളാണ്. അപ്പോൾ അങ്ങനെ കോമൺ ആയിട്ടൊരു പ്രശ്നം ക്ലാസ്സിൽ നേരിടുന്നുണ്ട് എങ്കിൽ ആ പ്രശ്നത്തെ കണ്ടെത്തുവാൻ, അല്ലെങ്കിൽ ക്ലാസ്സിലുള്ള മൊത്തം പിള്ളേർക്കും എന്താണ് പ്രശ്നമെന്ന് കണ്ടെത്തുവാനായിട്ട് നമ്മൾ ചെയ്യുന്ന രീതിയാണ് ആക്ഷൻ റിസർച്ച് അഥവാ കോൺസെപ്റ്റ് മാപ്പ് എന്ന് പറയുന്നത്. അതിൻ്റെ ഉപജ്ഞാതാവ് സ്റ്റീഫൻ എം കോറി കേട്ടോ. പിന്നെ ഉള്ളത് ബ്രെയിൻ സ്റ്റോമിങ്. നമ്മൾ പറഞ്ഞിട്ടുള്ളതല്ലേ, ബ്രെയിൻ സ്റ്റോമിങ് എന്ന് വെച്ചാൽ നമ്മൾ എക്സസൈസ് ചെയ്യുന്നതിന് വേണ്ട നമ്മുടെ കൈയും കാലും മെയ്യും എല്ലാം നല്ല രീതിക്ക് തന്നെ നിൽക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ മസിൽസൊക്കെ നല്ല രീതിക്ക് നമ്മുടെ ബോഡി നല്ല വാമാകാൻ എന്ന് പറഞ്ഞാൽ ബ്രെയിൻ സ്റ്റോമിങ് കഴിഞ്ഞാൽ തലച്ചോറിൻ്റെ ഒരു എക്സസൈസ്. അതായത് നമ്മൾ ഈ പറഞ്ഞ പസിൽസ് ചെയ്യിപ്പിക്കാനും ചെറിയ ചെറിയ കണക്ക് കൂട്ടലും ചെറിയ ചോദ്യങ്ങളൊക്കെ ചോദിച്ചാൽ നമ്മളെ കുഴപ്പിക്കുന്ന രീതിയിൽ ചോദ്യങ്ങളില്ലേ, അങ്ങനെയൊക്കെ ചോദിച്ചാൽ നമ്മൾ തിങ്കിങ് ലെവൽ കൂട്ടുക, അല്ലെങ്കിൽ നമ്മൾ
ബ്രെയിനെ സ്ട്രോം ചെയ്യാന്ന് പറയും. ബ്രെയിൻ നമ്മൾ വെറുതെ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ആലോചിച്ചുകൊണ്ട്, അല്ലെങ്കിൽ എപ്പോഴും അങ്ങനെ ആലോചിക്കുക വെച്ചാൽ നമ്മൾ സാധാരണ ഇരുന്ന് ആലോചിക്കുന്ന ആലോചനയില്ല, ഒരു ചോദ്യം കണ്ടാൽ ആ ചോദ്യത്തിൻ്റെ ഉത്തരത്തിലേക്കുള്ള ആലോചന. നമ്മുടെ ചില മാത്സിൻ്റെ ക്വസ്റ്റ്യനൊക്കെ അങ്ങനെയല്ല, നമ്മൾ ശരിയായിട്ടുള്ള രീതിയിൽ ഇരുന്ന് ആലോചിച്ചെങ്കിൽ മാത്രമേ ഉത്തരത്തിലേക്ക് എത്താൻ സാധിക്കുള്ളൂ. അതുപോലെ തന്നെ ഇപ്പോൾ ചോദിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങളില്ലേ, ഇതൊക്കെ ഈ ബ്രെയിൻ സ്റ്റോമിങ്ങിനകത്ത് വരുന്ന, അല്ലെങ്കിൽ ഈ പറഞ്ഞ പസിൽസ്, സുഡോക്കു, ഇതൊക്കെ നമ്മുടെ ബ്രെയിൻ സ്റ്റോമിങ്, അതായത് ബ്രെയിന് കൊടുക്കുന്ന ഒരു എക്സസൈസ്, ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് എക്സസൈസ് ടു ദി ബ്രെയിൻ എന്നാണ് പറയുന്നത്. അപ്പം ഈ ബ്രെയിൻ സ്റ്റോമിങ് എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ബ്രെയിനെ നമ്മൾ കൊടുക്കുന്ന ഒരു എക്സസൈസ് ആണ്. ചെയ്ത് പഠിക്കാൻ നല്ലതാണ് കേട്ടോ. ഈ ചോദ്യങ്ങൾ കണ്ടാൽ ഇത് എവിടെ കണ്ടു എന്നൊക്കെ തിരിച്ചാലോചിക്കുക, മറിച്ച് ചിന്തിക്കുക, ഒരു കാര്യത്തെപ്പറ്റി നമ്മൾ തിരിച്ചും മറിച്ചുമൊക്കെ രണ്ടാമത് വീണ്ടും ആലോചിക്കുക, തീരുമാനം എടുക്കുന്നതിന് മുമ്പ് വീണ്ടും ഒന്നുകൂടി ആലോചിക്കുക, അതിനുള്ള പോരായ്മകൾ അല്ലെങ്കിൽ അതിനുള്ള എന്തൊക്കെ ഗുണങ്ങൾ അതിൻ്റെ അകത്തുണ്ട്, എന്തൊക്കെ ദോഷങ്ങൾ നമ്മൾ ഈ കാര്യം തിരഞ്ഞെടുത്താലുണ്ട് എന്നൊക്കെ ഇങ്ങനെ തിരിച്ചും മറിച്ചുമൊക്കെ ആലോചിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ചെറിയ ചെറിയ കണക്കൂട്ടലൊക്കെ നടത്താനൊക്കെ നമ്മൾ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്നത് ബ്രെയിൻ സ്റ്റോമിങ്ങിനകത്ത് വരുന്നത് കേട്ടോ. അതുപോലെ നമ്മൾ ക്ലാസ്സിൽ പഠിപ്പിക്കാൻ കയറുന്ന ഇൻട്രോ ആക്ടിവിറ്റിയൊക്കെ കൊടുക്കത്തില്ലേ, അതൊക്കെ ഈ പറഞ്ഞ ബ്രെയിൻ സ്റ്റോമിങ്ങിനകത്ത് വിടുന്ന കുട്ടികളെ ആ ഒരു കോൺസെപ്റ്റിലേക്ക് കൊണ്ടുവരിക, അല്ലെങ്കിൽ അറ്റൻഷൻ പിടിച്ചു പറ്റുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് ക്ലാസ് റൂമിലെ സംബന്ധിച്ച്, അപ്പോൾ കുട്ടികളെ സംബന്ധിച്ച്. അപ്പോൾ അതൊക്കെ ഈ ബ്രെയിൻ സ്റ്റോമിങ്ങിൻ്റെ ഒരു പാർട്ടാണെന്നും കൂടി ഓർത്തിരിക്കും കേട്ടോ. അതാണ് ബ്രെയിൻ സ്റ്റോമിങ് എന്ന് പറയുന്നത്. അപ്പം ഇവിടെ വരേണ്ടത് ആശയപടമാണ്, അല്ലെങ്കിൽ ആശയഭൂപടം എന്ന് വേണമെങ്കിൽ പറയാം. എന്താണ്, അധ്യാപകർക്ക് ഒരു പാഠത്തിൻ്റെ ആസൂത്രണത്തിനും കുട്ടികൾക്ക് ഒരു യൂണിറ്റ് പഠിപ്പിച്ചു കഴിഞ്ഞതിൻ്റെ അവസാനത്തിൽ നേടിയ ആശയങ്ങളൊക്കെ സ്വയം വിലയിരുത്തുവാനും ഒക്കെ അവരെ സഹായിക്കുന്നതാണ് ആശയപടം. അതുപോലെ തന്നെ കുട്ടികളൊക്കെ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് ഈ ആശയഭൂപടം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് എടുത്ത് വായിച്ചു നോക്കിയാൽ, ഒരു പേപ്പർ നമ്മൾ വരച്ചിടുവാണെങ്കിൽ എന്തൊക്കെ ആശയങ്ങൾ അവർ ആ യൂണിറ്റ് പഠിച്ചു, എന്തൊക്കെ അവർക്ക് കളക്ട് ചെയ്യണം, അല്ലെങ്കിൽ എന്തൊക്കെ അവർ നോക്കിക്കൊണ്ട് പോകണം എന്നൊക്കെ ഒരു റീതിങ്കിങ് അല്ലെങ്കിൽ ഒരു തിരിച്ച് ചിന്തിക്കുവാനും, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചു എന്ന് റീകളക്ട് ചെയ്യുവാനും അല്ലെങ്കിൽ ഓർത്തെടുക്കുവാനും ഒക്കെ സഹായിക്കുന്നതാണ് ഈ പറഞ്ഞ ആശയഭൂപടം. നമ്മളൊക്കെ പഠിക്കുമ്പോൾ ആശയഭൂപടമൊക്കെ എടുത്ത് നമ്മൾ ക്ലാസ്സിലൊക്കെ കാണിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ആ ഒരു രീതിയിലൂടെ നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമ്മൾ ആശയങ്ങളെ തമ്മിൽ പരസ്പരം ബന്ധിപ്പിച്ചുകൊണ്ട് കണക്ട് ചെയ്തുകൊണ്ട് എന്തൊക്കെ ആശയങ്ങൾ അതിനകത്ത് വരുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കിക്കൊണ്ട് പഠിക്കുവാനായിട്ട് സാധിക്കും കേട്ടോ. അതാണ് നമ്മുടെ ആശയഭൂപടത്തിൻ്റെ അല്ലെങ്കിൽ ആശയപടത്തിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. ഇനി ആശയ മാതൃക കൊണ്ടുവന്ന് ആരാണെന്നറിയാവോ? അതറിയാവോ? സൈക്കോളജിയൊക്കെ നമ്മൾ പഠിക്കുന്ന ഒരു വ്യക്തിയുടെ പേര് ആരാണ്? ആരാണ്? കേട്ടില്ല, എന്തോ നോന്ന് ഞാൻ കേട്ടു. ജോസഫ് ടി നോവാക്ക് കേട്ടോ. ജോസഫ് ടി നോവാക്കാണ് ഈ പറഞ്ഞ ആശയ പടം അല്ലെങ്കിൽ കോൺസെപ്റ്റ് മാപ്പ് എന്ന് പറഞ്ഞ ആശയം മുമ്പോട്ട് കൊണ്ട് ജോസഫ് ഡി നോവാക്കാണ് ഇതിൻ്റെ ഉപജ്ഞാതാവ് കേട്ടോ. അദ്ദേഹമാണ് ഈ ഒരു കാര്യം കണ്ടെത്തി കേട്ടോ. ഇത് നമ്മുടെ സയൻസിനനുസരിച്ച് കുറച്ച് ക്വസ്റ്റ്യൻസ് പാടായിരുന്നു അല്ലേ. ഈസി ക്വസ്റ്റ്യൻസ് ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല, കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ പാടായിരുന്നെങ്കിൽ പോലും 30ൻ്റെ അകത്ത് നമുക്കൊരു 24-25 വരെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. സോ പഠിക്കണം, തിരിച്ചും മറിച്ചും എല്ലാം ചോദിക്കുന്നതാണ്. കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ റിപ്പീറ്റഡ് ആണ്, ഓപ്ഷൻ സി എന്ന് വന്ന ക്വസ്റ്റ്യൻസ് ആണ് കുറേയൊക്കെ. നമ്മളതൊക്കെ നോക്കിയിട്ട് വേണം പോകാൻ. പ്രത്യേകിച്ച് ഈ പറഞ്ഞ പോലെ ചന്ദ്രയാൻ 3, അതുപോലെ തന്നെ നമ്മുടെ ഈ ഇടയ്ക്ക് നടന്ന ഓരോ സയൻറ്റിഫിക് ആയിട്ടുള്ള കണ്ടുപിടുത്തങ്ങൾ കാര്യങ്ങളെല്ലാം ചോദിക്കാനായിട്ട് വളരെ സാധ്യത കൂടിയ ചോദിച്ചതാണ് കേട്ടോ. നമുക്ക് വൈകുന്നേരം കൊണ്ട് മലയാളം ഇംഗ്ലീഷ് ഒരുമിച്ച് തീർക്കാം. അതുകൊണ്ട് നമ്മുടെ ഈ ക്വസ്റ്റ്യൻ പേപ്പർ തരും. ഇന്ന് അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ട് തരാം, അത് ചെയ്യുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. സമയം കളയാതെ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക.